നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കേരളത്തിൽ മാറ്റങ്ങൾ വരുത്തതുമില്ല. വരാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും മാധ്യമപ്രവർത്തകരും ഒന്നും സമ്മതിക്കുകയില്ല. അതാണ് സത്യം. ഒരു രാഷ്ട്രീയ വ്യക്തിക്ക് ആ ആള് കാണുന്നത് തൻ്റെ നിലനിൽപ്പ് മാത്രമാണ്. സമൂഹത്തിൽ തനിക്ക് മാത്രം പേരെടുക്കണം, തനിക്ക് മാത്രമേ എല്ലാം തൻ്റേതാക്കി മാറ്റണമെന്നുള്ള ദുശാഠ്യം. അപ്പോൾ അങ്ങനെയുള്ള ഈ കേരളത്തിൽ, ആ കേരളത്തെ ഞാൻ വിഡ്ഢികളുടെ നാട് എന്ന് തന്നെ പറയുന്നു. ഇപ്പോൾ രാഷ്ട്രീയക്കാരാകട്ടെ, ഇപ്പം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരേക്കാൾ മാധ്യമ പ്രവർത്തകർ എന്ന് എനിക്ക് ഒരിക്കലും അവരെ പറയാൻ കഴിയില്ല. ഓരോ യൂട്യൂബ് ചാനല് ക്രിയേറ്റ് ചെയ്യുക, അത് വിട്ടങ്ങ് ഇറങ്ങിയേക്കുക. ഓൺലൈൻ മാധ്യമങ്ങൾ ഒന്നോ രണ്ടോ പേര് കൂട്ടം ചേരുക, അതിനൊരു പേര് ഇടുക, എന്നിട്ടങ്ങ് ഇറങ്ങിയേക്കുക. അവർ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണോ അല്ലെങ്കിൽ പത്രപ്രവർത്തനമാണോ, അതെൻ്റെ ചോറാണെന്നോ, അതിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത്, ഇതെൻ്റെ ഒരു ജീവിത മാർഗമാണെന്നോ ഒന്നും മനസ്സിലാക്കാതെയുള്ള മാധ്യമ പ്രവർത്തനം. ആ പറയുന്നതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ പിന്നെയും വേണ്ടില്ല, യാതൊന്നും വേണ്ടില്ല. ഒന്നുമില്ലാത്ത, എന്തിനും ആർക്കോ വേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവർത്തനം. ഞാനിതിപ്പം പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, എന്നെ പലരും വിമർശിക്കാറുണ്ട്, തർക്കത്തിന് വരാറുണ്ട്, യാതൊരു കാരണവും ഇല്ലാതെ. എല്ലാം ക്ഷമിച്ച് ഒതുങ്ങി കൂടുന്ന ഒരാളാണ് ഞാൻ. എന്നിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്നിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ തിരിഞ്ഞ് ഓരോ വ്യക്തികളുടെയും കുറ്റങ്ങളും കുറവുകളും അവരെന്താണോ പറയുന്നത് അത് നിന്റെ കുറ്റമാണെന്ന് എനിക്ക് അവരെ വരുത്തി തീർക്കുമല്ല, അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ അവർക്ക് വിവരിച്ചു കൊടുക്കണം. എന്നെ പറയാമെങ്കിൽ എനിക്കും പറയാനുള്ള അവസരവും അവകാശവും അധികാരവുമുണ്ട് എന്ന് എനിക്ക് ആ ഓരോ വ്യക്തികളെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. പല ഈ യൂട്യൂബ് ചാനല് ക്രിയേറ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടോ പാടോ പ്രയാസമോ ഒന്നുമില്ല. ഒരു ഐഡിയ ഉണ്ടാക്കുക, ഒരു പേരങ്ങോട്ട്, ഒരു പ്രത്യേക പേര്, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇടുക, വളരെ നിസ്സാരപ്പെട്ട കാര്യം. അത് വ്യൂസ് ആകണമെങ്കിലോ ആള് വേണമെങ്കിലോ അതിലേക്ക് ആളുകളെ വേണമെങ്കിലോ ഒക്കെയും സമൂഹത്തിരി പേരെടുത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് അവർ ചെന്നെത്തുക, ഒപ്പം നിൽക്കുക, അവർക്ക് തോന്നിയതുപോലെ സംസാരിക്കുക, വീഡിയോ എടുക്കുക, പ്രക്ഷേപണം ചെയ്യുക. അതൊന്നും റെഡിയായ കാര്യങ്ങളല്ല. അതല്ല മാധ്യമ പ്രവർത്തനം. ജേർണലിസം എന്ന് പറയുന്നത് അതല്ല. നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എന്നെ വർഷങ്ങളോളം മനുഷ്യരുടെ മുന്നിലേക്ക് വട്ടത്തിയാക്കാം, ഭ്രാന്തത്തി എന്ന് ചുമത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പലതും കാട്ടിക്കൂട്ടാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കരുതുന്നുണ്ടായിരിക്കും. അത് തെറ്റാണ് നിങ്ങൾ കരുതുന്നത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ സംസാരിക്കുവാനും ആളുകളുമായിട്ട് ഇടപെടുവാനും ഒക്കെയും കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതേ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെയാണ് ഞാനും എടുത്തു പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം നിങ്ങൾക്കുണ്ടാകേണ്ടത് ഓരോരുത്തർക്കും. മനസ്സിലായോ? അതിനെ ഭ്രാന്തം എന്നല്ല പറയേണ്ടത്. അതിനെയാണ് അക്ഷരം തെറ്റാതെ ഉത്ബോധം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നൊക്കെ പേരിട്ട് വിളിക്കേണ്ടത്. ഓരോ വ്യക്തികളും മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറയും പൊക്കി പിടിച്ച് ഒരു കോലും എടുത്തുകൊണ്ട് ഇങ്ങോട്ടിറങ്ങും. ഞാൻ അവിടെ എങ്ങനെ വീട്ടിൽ പോകുന്നുണ്ടോ? എന്നിട്ട് എൻ്റെ മുന്നിൽ വന്നിരുന്നല്ല ഉള്ള കോമാളിത്തരം മൊത്തവും പറഞ്ഞ് ഉള്ള കോഷ്ടി മൊത്തവും എടുത്ത് യൂട്യൂബ് ചാനലിലേക്ക് പ്രക്ഷേപണം ചെയ്യും. അതോ വിഡ്ഢികളായ ഒന്നും ഇതിൻ്റെ ABC പോലും അറിയാൻ വയ്യാത്ത ആ സംഭവ സ്ഥാനത്ത് എത്തപ്പെടാത്ത വ്യക്തികൾ വന്ന് അവർക്ക് തലയ്ക്ക് വെളിവില്ലാതെ വന്ന് എഴുതി പിടിപ്പിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് വരെ വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അത് അറിയാൻ കഴിയും. ഇവിടെ വന്നിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ കൊടുക്കുന്ന സാധനങ്ങൾ, ഭൗതിക വസ്തുക്കളെന്നാണ് ഞാൻ അതിനെ വിളിക്കുന്ന സാധനങ്ങൾ, ഓരോ ചാനലിലും ഇട്ട് കാണിച്ചിട്ടുള്ളത്. മറ്റാരും അത് കാണിച്ചിട്ടില്ല. എന്തുകൊണ്ട് കാണിക്കുന്നില്ല? എന്തിന് നിങ്ങളത് മറച്ചു വെക്കുന്നു? എന്തിന് മറച്ചു വെക്കുന്നു? എന്നാൽ നിങ്ങൾ എനിക്ക് പലരും ഇങ്ങോട്ട് എൻ്റെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഭേദപ്പെട്ട ഒരു തുക തരുത്തതുമില്ല. ഞാൻ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. എല്ലാം ഞാൻ ഇനി തുറന്നങ്ങ് പറയുകയാണ്. നിങ്ങൾ ഭേദപ്പെട്ടൊരു തുക എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാൻ കൊടുക്കുന്ന ഭാഗം മറച്ചു വെക്കുകയും ചെയ്യുന്നു. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് അതിനകത്ത് ഇടുന്നില്ല? കാരണം എനിക്ക് എന്നിട്ട് പറയുന്നത് ഞാൻ പണം ഉണ്ടാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങൾ അവിടെ, അത് തന്നെയല്ലേ, പണത്തിന് വേണ്ടിയല്ലേ നിങ്ങളൊരു ചാനലും ഇട്ട് മാധ്യമ പ്രവർത്തനമാണെന്നുള്ള പേരും പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന പിന്നെ എന്തിനാണ്? പണത്തിന് വേണ്ടി. അതേ പണത്തിന് വേണ്ടിയല്ലേ ഇറങ്ങുന്നത്. അപ്പൊ അതേ പണം ഈ ഭാഗത്ത് നിൽക്കുന്ന ആളിനും വേണം. അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ്. മനുഷ്യനിർമ്മിതമായ പലത് ഇവർക്കും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമാണ് എന്നൊരു ഉത്ബോധം എങ്കിലും വേണ്ടേ. രഞ്ജിത്ത് വംശി രാവിലെ തുടങ്ങിപ്പിച്ച, എടാ മയിരെ, നിന്റെ അടുത്ത് ഞാൻ ഭിക്ഷ എടുക്കാൻ വന്നോ? നിന്നെ പോലുള്ള പൊട്ടന്മാരാണ് ഈ കമന്റ് ഇടാൻ വരുന്നത്. എടാ നിന്റെ മുഖം പോലും കൊള്ളത്തില്ല, കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ഇത്തിരി ബുദ്ധിയെങ്കിലും പ്രയോഗിക്ക്. ഡയറക്റ്റ് നിന്നോട് വന്ന് കാശ് വെച്ചോ. ഇതേ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിന്നെ പോലുള്ള മുഴുവട്ടന്മാരും പൊട്ടന്മാരും താന്തോന്നികളും വിവരവും വിദ്യാഭ്യാസവും ഒട്ടുമില്ലാത്ത നാറികൾ, അവരാണ് ഈ കമന്റ് ഇടുന്നത്. നീയൊക്കെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ അപമാനം, കമന്റ് ഇടുന്നവന്മാര്. ഈ കമന്റ് ഇടുന്നവന്മാരെ മാധ്യമക്കാര് നന്നായിട്ട് കബളിപ്പിക്കുന്നുണ്ട്. അവര് എൻ്റെ അരികിൽ വന്ന് അവര് വ്യൂസിനെ കൂട്ടാനും അതിലൂടെ പണമെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. നീ എന്തുമായിരം ഉണ്ടാക്കുന്നുണ്ട്? രഞ്ജിത്ത് വംശി എന്ന് പറഞ്ഞ നിന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഒരു പെണ്ണുങ്ങൾ നിന്നെ നോക്കത്തില്ല. ഒന്നത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നിനക്ക് തലയ്ക്കകത്ത് വെളിവ് പോലുമില്ല. മനസ്സിലായോ? തേർഡ് വൺ എന്ന് പറയുന്ന ഈ മാധ്യമക്കാർ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതാണ്, നീ അതിന്റെ പരിസരത്ത് പോലുമില്ല. സ്വയം മനസ്സിലാക്കിയെടുക്കുക. നിന്നെപ്പോലൊരു ബുദ്ധി കെട്ടാന് ഒരു പെണ്ണും പ്രേമിക്കാൻ പോലും വരരുതെന്നാണ് ഞാൻ പറയുന്നത്.
കാരണം ഇവരെ പോലുള്ള മണ്ടന്മാരുടെ കൂടെ എന്താണ് പെൺകുട്ടികൾ, എന്താണ് ഇപ്പം പുരുഷന്മാരെ പിന്നെ വിവാഹം കഴിക്കാത്തത് എന്താണ്? ഇവനെ പോലുള്ള മണ്ടന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഇത്തരം മണ്ടന്മാരുടെ കൂടെ പോയാൽ പെൺപിള്ളേരുടെ ജീവിതം അധോഗതിയാവും. വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണുങ്ങളും ഇപ്പം കല്യാണം കഴിക്കുന്നില്ല, വിവാഹം കഴിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള മണ്ടന്മാരുടെ കൂടെ പോയാൽ ജീവിതം വരെ തുടങ്ങി പോകും. മനസ്സിലായോ? പ്രൊഫൈലിൽ ചെന്ന് അവൻ്റെ മുഖം നന്നായിട്ട് എടുത്ത് നോക്കി. ഇതിനകത്ത് വല്ല പെൺപിള്ളേരും ഉണ്ടെങ്കിൽ അവനെ പ്രേമിക്കാൻ പോലും ചെല്ലരുത്. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം, ഇവൻ എവിടെയോ കിടക്കുന്നവർ. ഇവൻ്റെ അടുത്തുനിന്ന് ഞാനിപ്പം പണം ചോദിച്ചു തന്നോ? നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പണം ചോദിച്ചോ? ഞാൻ പണത്തിൻ്റെ കാര്യമാണെന്നാണ് പറയുന്നത്. അതെ, പണത്തിൻ്റെ കാര്യമാണ്. പക്ഷെ ഓരോ വ്യക്തികളുടെ അടുക്കലും ഞാൻ പണം ചോദിച്ചു ചെന്നോ? ഓരോ വ്യക്തികളോടും പണം ചോദിച്ചു ചെന്നോ? ഇല്ല. എടാ, ഇത്തിരിയെങ്കിലും തലയ്ക്കകത്ത് ആൾതാമസം വേണം, ബുദ്ധി വേണം. കേരളത്തിലെ നിന്നെപ്പോലുള്ള നാറുകളെയും കൊണ്ടാണ് ബുദ്ധിയേ ഇല്ല. മനസ്സിലായോ? ഏതെങ്കിലും നാറുകൾ എൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് അതിലൂടെ പണത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് പ്രക്ഷേപണം ചെയ്ത് അവരുണ്ടാക്കുന്നതാണ് പണം. ഞാനല്ല പണം ഉണ്ടാക്കുന്നത്. പണം ഉണ്ടാക്കിയെന്നെങ്കിൽ എനിക്ക് താണ്ട് ഈ കിടക്കുന്ന വീട്ടിലൊന്നും കിടക്കേണ്ടി വരില്ല. ഒളിഞ്ഞും മറഞ്ഞു നിന്ന് അവരാണ് പണം ഉണ്ടാക്കുന്നത്. അവരുടെ കൂടെ ചേരുന്നവരുമാണ് പണം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അത് ഇനിയെങ്കിലും നിന്നെപ്പോലുള്ള പൊട്ടന്മാർ മനസ്സിലാക്കുക. ഇത് പറയാനാണ് ഞാൻ ഈ ലൈവിലേക്ക് വന്നത്. ഇനി എന്താ ഞാൻ പറയാന്നെന്ന് വെച്ചാൽ, ചുരുക്കത്തിൽ നല്ല പുള്ളി ചമഞ്ഞ് നാഗയെ കളിയാക്കി മാധ്യമപ്രവർത്തകർ പണം കൊയ്യുന്നു. യെസ്, നിങ്ങൾക്ക് പറഞ്ഞതാണ് കറക്റ്റ്. യെസ്, ഇതാണ് കേട്ടോ. സതീഷ് മാധവൻ തലയ്ക്ക് വെളിവുള്ള ഒരാൾ പറഞ്ഞ കേട്ടോടാ. എടാ, നിന്നെപ്പോലുള്ള എല്ലാ ആണുങ്ങളും നിന്നെപ്പോലല്ല. നീ രാവിലെ നിനക്ക് ബുദ്ധിയില്ലാത്ത കിഴങ്ങനാ കണ്ട. ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞുണ്ടോ? യുക്തിബോധവും ബുദ്ധിയും വേണം. ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഒരു മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നിനക്ക് വേണം കേട്ടോടാ. രഞ്ജിത്ത് വംശി എന്ന് പറയുന്ന തലയ്ക്ക് വെളിവില്ലാത്ത, കാണാൻ കൊള്ളാത്ത നാറി. മനസ്സിലായോ നിനക്ക്? ദാണ്ട് ഇരിക്കു വരയ്ക്കാം ആ ID എഴുതി വെച്ചത് കണ്ടോ? ചുരുക്കത്തിൽ നല്ല പുള്ളി ചമഞ്ഞ് നാഗയെ കളിയാക്കി മാധ്യമപ്രവർത്തകർ പണം കൊയ്യുന്നു. അതാണ് കറക്റ്റ്. അത് തലയ്ക്ക് നല്ല ബുദ്ധി, സ്ഥിരതയും വെളിവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിന്നെപ്പോലുള്ള നാറുകൾക്കൊന്നും അങ്ങനെ പറയാനുള്ള കഴിവില്ല. ആദ്യം നീ നിന്റെ കഴിവുകേടിനെ കണ്ടുപിടിക്ക്. മനസ്സിലായോ? നിന്റെ കഴിവുകേട് എന്താണെന്ന് നീ മനസ്സിലാക്ക്. ജയ് നാഗ ക്രിസ്റ്റി. നീ എഴുതി വെച്ചേക്കുന്ന മുഴുവൻ നീ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നീ ഇവിടെ എലി ഏതാ? അത് നിനക്കാണ് അറിയാൻ കഴിയാത്തത്. നിന്റെ കാലിൻ്റെ ഇടയിൽ കിടക്കുന്നത് എലിയാണോ നീ എഴുതി വെച്ച്? പിന്നെന്തുവാ പറയെന്താ എന്ന് അറിയാൻ മേലാത്ത നീ ആണോടി ലോകസുന്ദരി? അത് നീ തന്നെയാണ്. നീ അത് 5-6 വട്ടം ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്ക്. നിനക്കാണ് നിന്റെ കാലിൻ്റെ ഇടയിൽ കിടക്കുന്നത്. അത് എലിയാണോ അത് മാംസപിണ്ഡമാണോ നീയാണ് എഴുതി വെച്ച പറയേതാന്ന് നിനക്ക് പോലും അറിയില്ല. നീ അതെന്താണെന്ന് മനസ്സിലാക്കൂ കുഞ്ഞെ. അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കാൻ പാ കേട്ടോ. രഞ്ജിത്ത് വംശിന്ന് ആദ്യം നീ നോക്കണം. നീ തന്നെ നിന്റെ ശരീരത്തിലൊന്ന് നോക്കണം. നിനക്കാണ് അത് അറിയാൻ കഴിയാത്തത്. എനിക്ക് ആ സാധനമില്ല. നീ നോക്കണം, അത് എലിയാണോ അത് ചത്ത് കിടക്കുക നിൻ്റേതിപ്പോൾ.
എൻ്റെ അടുക്കൽ നീ അന്ന് കൂടുതലൊന്ന് ഞാൻ ആ പടം ഇങ്ങനെ നല്ല പഴുത്ത് ദേഷ്യത്തിലിരിക്കുന്ന സമയം അതിൻ്റെ ഇടയ്ക്ക് വന്ന് നീ ഇങ്ങനൊന്നും എഴുതി, നീ തന്നെ അതൊന്ന് വായിച്ച് എംപോസിഷൻ എഴുതുമ്പോൾ നീ എഴുതിയും വെക്കണം, അതെന്നിട്ട് നീ ഒന്ന് വായിക്കുകയും ചെയ്യണം. നീ തന്നെ വായിക്കണം. നിനക്കാണ് ബോധമില്ലാത്തത്. മനസ്സിലായോ? നീ നിന്റെ ശരീരത്തെക്കുറിച്ച് നല്ലോണം പഠനം നടത്തണം. എന്നിട്ട് നോക്കണം, നീ ആ എഴുതി വെച്ചത് നിന്നെക്കുറിച്ചല്ലേ, നിന്റെ ശരീരത്തിനെ കുറിച്ചല്ലേ. അപ്പൊ ഞാൻ പറയുന്ന എന്താ, നിന്നെ ഞാൻ ഇട്ടിന്ന് കരിച്ചു കൊല്ലും. നിന്നെ ഞാൻ ഇട്ട് നിന്നെപ്പോഴുള്ളതാണ്. അപ്പോഴേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇനി എനിക്ക് പറയാനുള്ളത്, ഇവിടെ വരുന്ന ആളുകൾ ക്യാമറയും പൊക്കി പിടിച്ച് കോലും പിടിച്ചുകൊണ്ട് വരുന്നവർ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനി പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അതല്ല നിങ്ങൾ ഇടുന്നത്. നിങ്ങൾക്ക് തോന്നിയ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് ദിവ്യരാജ് എങ്ങനെ നാഗസൈരന്ധ്രിലേക്ക് എത്തിയത്? വിഡ്ഢി ചോദ്യങ്ങൾ. അന്നും എൻ്റെ പേര് ദിവ്യ, അതിനൊരു മാറ്റവും ഇല്ല. ഇപ്പോഴും ദിവ്യ. അന്ന് നാഗസൈരന്ധ്രി, ഇപ്പോഴും നാഗസൈരന്ധ്രി. ദിവ്യ എങ്ങനെ നാഗസൈരന്ധ്രിയിലേക്ക് എത്തി? എന്തൊരു ചോദ്യങ്ങളാണോ രാവിലെ ഇങ്ങോട്ട് വന്ന് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെ നമുക്ക് ചിലപ്പോൾ അവറ്റകളെ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം വരും. പിന്നെ നമ്മുടെ അടുത്തേക്ക് കയറി വരുന്നവരായതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടത്തില്ല. അവരുടെയൊക്കെ ചോദ്യങ്ങളും കേട്ടോണ്ട് ഇങ്ങനെ ഇതുപോലെ മണ്ടരാന്നല്ലോ. ഒരാൾക്ക് തന്നെ എത്രയോ പേരുകളുണ്ടാകും. അതുപോലും മനസ്സിലാക്കാതെയാണ് ഓരോ കോമാളികളും ഇങ്ങോട്ട് വന്ന് എന്നോട് കോമാളിത്തരം പറയാൻ വേണ്ടി വരുന്നത്. ഇതിനെയൊക്കെ വാരി ഉടുക്കാൻ തോന്നും, വാരി വലിച്ച് ഉടുത്ത് വിടാൻ തോന്നും. പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ദൂരെ നിന്നൊക്കെയാണ് ഇവറ്റകൾ ഈ ക്യാമറയും കോലും എല്ലാം പിടിച്ചോണ്ട് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ വായിലിരിക്കുന്നതും കൂടെ അവറ്റകൾ കേൾക്കണ്ടല്ലോ എന്ന് കരുതി ഞാനങ്ങ് നിശബ്ദത പാലിക്കും എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല ഇവിടെ വന്ന് ഓരോ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകുന്നത്. മണ്ടത്തരങ്ങളാണ് വന്ന് എന്നോട് പറയുന്നത്. അത് ജ്ഞാനിയായ എൻ്റെ അടുത്ത് വന്ന് കൊടും മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ദിവ്യരാജ് എങ്ങനെ നാഗസൈരന്ധ്രിയായി? എന്തൊരു ചോദ്യമാണെന്ന് പറഞ്ഞോട്ടെ. കുട്ടിക്കാലം മുതലേ ഒരു പേരുണ്ട്, ആ പേര് തന്നെ ഇപ്പോഴും ഉള്ളത്. അന്ന് നാഗസൈരന്ധ്രന് പേരുണ്ട്, അതിപ്പോഴും ഉണ്ട്, എങ്ങും ചാടിപ്പോയിട്ടില്ല. ആ പേരിന് എങ്ങോട്ടും ചാടിപ്പോവാൻ പറ്റത്തില്ല. നാഗമ്മയുടെ ഫിലോസഫി കേൾക്കാൻ എന്ത് രസമാണ്. സതീഷ് മാധവൻ. സത്യം നിങ്ങൾക്ക് ചിരി വരും ചിലരുടെ വന്ന കഥ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ. പേരെങ്ങനെ ചാടിപ്പോകും? സർട്ടിഫിക്കറ്റിൽ അന്നൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ കുട്ടിയല്ലേ, കുഞ്ഞല്ലേ. എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ ഒരു പേര് ഇട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ പേര് സർട്ടിഫിക്കറ്റ് തന്നെ എഴുതി അങ്ങനെ തന്നെ ഇട്ടേക്കുക. അതെങ്ങും ചാടിപ്പോയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വല്ല എലി കരണ്ടോ വെള്ളം വീണോ അല്ലെങ്കിൽ ചെതലെടുത്തോ പോവുകയാണെങ്കിൽ അത് പോയി. പക്ഷെ സർട്ടിഫിക്കറ്റിൻ്റെ പേര് അത് തന്നെയാണ്. എന്നാൽ ഓരോ വ്യക്തികളും അവരുടെ വിളിപ്പേര് കാണും, വട്ടപ്പേര് കാണും, കൂട്ടുകാരിടുന്ന പേര് കാണും, സ്വന്തമായിട്ടിടുന്ന പേര് കാണും. അതൊക്കെ തിരിച്ചറിയാനുള്ള മാനസിക ലെവൽ പോലും ഇല്ലാത്ത പഴം വിഴുങ്ങുകളാണ് ജേർണലിസം എന്ന്. എന്തും അവർ ജേർണലിസം പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഈ ജേർണലിസം ഒക്കെ പഠിക്കുന്നവർക്ക് ഇത്തിരിയെങ്കിലും വിവരം, വിദ്യാഭ്യാസവും ഇത്തിരി ബോധം വേണ്ട. പ്രത്യേകിച്ചും ലോക പ്രശസ്തയായ ജ്ഞാനിയായ ഒരാളുടെ അടുക്കിലേക്കാണ് വരുന്നതെന്നറിയണം, അറിവുള്ള ഒരാളുടെ അടുക്കിലേക്ക്. അപ്പോൾ അന്ന് ഇത്തരം മണ്ടത്തരങ്ങൾ വന്ന് എന്നോട് ചോദിക്കാവോ? അതെല്ലാം പോട്ടെ, ഇവറ്റകൾ വരും ഇങ്ങോട്ട്. ഒരു 500 ഉലുവ എടുത്തോണ്ടാണ് വരുന്നത്. വന്നിട്ട് എൻ്റെ അടുക്കൽ വന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. പഠിച്ച് ഇവറ്റകളിൽ പരീക്ഷ എഴുതും പോലെ വന്ന് എൻ്റെ അടുക്കൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന, പഠിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക മിക്കവരും.
അവർക്ക് എന്തുകൊണ്ട് അപ്പപ്പം എന്നോട് ചോദിക്കാൻ പറ്റുന്നില്ല? ചിന്തകളെ കേൾക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിലെ നല്ല ചിന്തകൾ മരിക്കും. മാലിന്യങ്ങൾ ചുമക്കുന്നവർ ദുർഗന്ധം വീഴും. അവരുടെ വഴികളിൽ നിന്നും മാറി നിൽക്കുക. നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഭാഷ സംവദിക്കുമെന്നാകാം. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. എൻ്റെ അടുക്കൽ വന്ന് നമുക്ക് സംസാരിക്കാം. ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കണം, അതാണ് വേണ്ടത്. ലൈവിലല്ല, ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കണം. അപകർഷത ബോധം കളഞ്ഞ് നല്ല തികഞ്ഞ ഒരു വ്യക്തിത്വമുള്ളവരായിട്ട് എൻ്റെ കൂടെ എൻ്റെ അടുക്കൽ വന്നത്. എനിക്ക് അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്, അല്ലാതെ കഴിവുകെട്ടവരെ അല്ല. കഴിവുകെട്ട മനുഷ്യരെ എൻ്റെ കൂടെ കൊണ്ടു നടന്നാൽ ഞാനും കൂടെ അതേപോലെ ആയി തീരും. വളരാൻ പറ്റത്തില്ല നമുക്ക്. കുറേ വിഡ്ഢികളോടൊപ്പം ഒരു കഴിവുള്ള ഒരാൾ ആ ആളുടെ കൂടെ എത്തപ്പെട്ടെന്നിരിക്കട്ടെ. വിഡ്ഢികൾ എപ്പോഴും വിഡ്ഢിത്തരമായിട്ട് തന്നെ കിടക്കാൻ ശ്രമിക്കുകയുള്ളൂ. കഴിവുള്ളവരെ അവരൊരിക്കലും വളർത്തത്തില്ല, മനസ്സിലായോ? എന്നാൽ കുറേ വിഡ്ഢികൾ ചേരുന്നിടത്തോ അവിടെ കുറേ നാളൊക്കെ ഇങ്ങനെ ഇരുന്ന് അവർ പറഞ്ഞ് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് ഏതിനെങ്കിലും ഒരു ബോധോദയം ഉണ്ടാകും. അപ്പൊ വിഡ്ഢി സമൂഹത്തിൽ നിന്നും ഒരു വിഡ്ഢി ഒന്ന് മാറി ചിന്തിച്ച് പുത്തനായിട്ട് വരും. ഇത് കുറേ വിഡ്ഢികളുടെ ഇടയ്ക്ക് ഒരു അറിവുള്ള ഒരാള് ചെന്ന് പെട്ടാൽ ആ വിഡ്ഢികളെല്ലാം കൂടെ ആ അറിവുള്ള ആളെ കൂടുതൽ അങ്ങനെ ആക്കി എടുത്തേ ഉള്ളൂ. അതാണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്. നല്ല അറിവും ബോധവും കഴിവും ഉള്ളൊരു ഞാനാണ്. ഇവിടെ മുഴുവൻ വിഡ്ഢി സമൂഹമാണ്. പക്ഷെ ഞാൻ മറ്റുള്ളവരെ വളരാൻ അനുവദിക്കും. ഈ സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട് നല്ല ബിസിനസ് പരമായിട്ടുള്ള കഴിവുള്ളത്. അങ്ങനെയൊങ്ങാണോ ഉള്ളവരെ ഞാൻ ചെന്ന് വിമർശിക്കുകയോ തർക്കിക്കുന്നതോ അവരെ ഇല്ലായ്മ ചെയ്യണമെന്നോ അവർ വളരാൻ അനുവദിക്കരുതെന്നോ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരിവിടെ വളർന്നു വരണം, അവർ ജീവിക്കണം. അവർ ജീവിച്ചാൽ മാത്രമേ നമുക്കും കൂടെ പ്രയോജനമുള്ളൂ, സമൂഹത്തിനും കൂടെ പ്രയോജനമുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാക്കണം. ചെവിക്കുട്ട് നാഗെ പരിഹസിക്കുന്നവർക്ക് അടുത്ത്. അപ്പൊ എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ഞാനിവിടെ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയും കോലും പിടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ചില ആളുകളുണ്ട്. അവറ്റകള് ചില ദരിദ്ര കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് നല്ല കഴിവുണ്ട്, കുട്ടികളായാലും നല്ല കഴിവുണ്ട്, അവിടെയുള്ള സ്ത്രീകൾക്ക് നല്ല കഴിവുണ്ട്, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ നല്ല കഴിവുള്ളവരാണ്. ഞാൻ എൻ്റെ മിക്ക യൂട്യൂബ് ചാനലിലും ഇടുന്ന ആളുകളുടെ വീഡിയോസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന. പക്ഷെ അവരുടെ ആ കഴിവിനെ ഒതുക്കി വെക്കുന്നു, അല്ലെങ്കിൽ സമൂഹം അവരെ കളിയാക്കിയും പരിഹസിച്ചും അവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. അവർക്ക് മുന്നോട്ട് വരാൻ അവർക്ക് തന്നെ പറ്റുന്നതുമില്ല. മറ്റാരെങ്കിലും അവരെ ഒന്ന് വളർത്താൻ വേണം. അവർക്ക് തനിയെ വളരാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ ആരെങ്കിലും അവരെ വളർത്താനായിട്ട് വേണം. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് പല യൂട്യൂബ് ചാനലും കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഓരോ ദരിദ്രരായ ദാരിദ്ര്യം എന്ന് പറയുന്ന, ഞാനല്ല പറയുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞതെന്ന്, അവരാരും തന്നെ ദരിദ്രരല്ല, അവർക്ക് കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് അവർ സ്വയം അറിയുന്നില്ല. അവർക്ക് ആരുടെയെങ്കിലും ഒരു പിന്തുണ ആവശ്യമുണ്ട്. അപ്പൊ ആ പിന്തുണ കൊടുക്കാൻ ആരുമില്ല, മനസ്സിലായോ? പിന്തുണ കൊടുക്കാൻ എന്താണ്? ആരുമില്ല.
അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ ക്യാമറയും കോലുമായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ആ ആറ്റിറ്റ്യൂഡിനെ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ ബുദ്ധിയുള്ളവർ കേൾക്കണം, അവരുടെ ആ ആറ്റിറ്റ്യൂഡിനെ, സംസാരത്തെ, ചേഷ്ടകളെ ഒക്കെയും ക്യാമറയിൽ ഒപ്പിയെടുത്ത് മറ്റുള്ളവർ, മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ നാറികളെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ, അത്തരത്തിലുള്ളവർ പണം ഉണ്ടാക്കുന്നു. ഇവര് അന്നും ഇന്നും എന്നും ആ കുടിലിൽ തന്നെ ജീവിച്ചു പോകുന്നു. മഴ പെയ്താൽ നേരാവണ്ണം വെള്ളം പുറത്തോട്ട് പോകത്തില്ല, അണ്ണാക്കി തന്നെ വീഴും. എന്നാൽ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവരുടെ വീടൊക്കെ കാണുമ്പോൾ, പരിസരം കാണുമ്പോൾ അവരെ ഒന്നൊരു സഹായിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇവിടെ ഇപ്പൊ എത്ര വർഷക്കാലമായി നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ? എത്ര വർഷമായി ഇവിടെ പലരും വന്നുപോയി. ആ പലരും വന്നുപോയിട്ട് എനിക്കൊന്ന് വീട് വെക്കാനുള്ള കാശ് താണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ നാറുകൾ പോലും മാധ്യമ പ്രവർത്തകർ തന്നിട്ടില്ല. ഞാൻ അതാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. എന്നാൽ കയറി കിടക്കാൻ നല്ലൊരു വീടൊക്കെ വെക്കും, നിങ്ങൾ നല്ല കഴിവുള്ള ഒരാളല്ലേ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിട്ടില്ല. അവരാണ് നാഗയെ വിമർശിച്ചുകൊണ്ട് നാഗ പണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അവർ സ്വയം തരണം, തന്നാൽ മാത്രമേ അവർക്കത് പറയാനുള്ള യോഗ്യതയുണ്ടാവൂ. അവർ പണം തരാതെ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള കുറേ മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരുത്തന് ഇവിടെ വന്ന്, എൻ്റെ പേരെന്തുവാ, അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ വസ്ത്രം എന്തിനാ ഇട്ടേക്കുന്നത്, ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുവല്ലേ എന്നും പറഞ്ഞത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കാണും. ഞാൻ നോക്കുമ്പോൾ അവനും അതേ വസ്ത്രം ഇട്ടുകൊണ്ടാണ് എന്നോട് ദേഷ്യം പിടിപ്പിക്കാനും മാധ്യമ പ്രവർത്തകരോട് വളരെ കെയർഫുള്ളായിട്ടാണ് നാഗ ഇടപെടുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റി, ഞാൻ അങ്ങനെ ഇടപെടുന്നത്. ആ നാറി ഞാൻ നോക്കുമ്പോൾ കാണാം, ഞാൻ ഇട്ടിരിക്കുന്ന അതേ കാവ്യ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്കത് കാവ്യാണ്, എനിക്ക് ഇതൊരു ശരീരം മറയ്ക്കാനുള്ള വസ്ത്രം മാത്രമാണ് എനിക്കത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇട്ടേക്കുന്ന അതേ കറുത്ത കാവ്യാണ് ആ നാറി ഇട്ടേക്കുന്നത്. അവൻ യൂട്യൂബ് ചാനലും ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ മുന്നിൽ വന്നിന്ന് പ്രസംഗിക്കുക. ഞാൻ നോക്കുമ്പോൾ അവര് അത് തന്നെ ഇട്ടോണ്ട് എന്നോട് വന്ന് സംസാരിക്കുക, നിങ്ങൾ ഈ പുണ്യ വസ്ത്രം ഇട്ടോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെയൊക്കെ നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, താനിപ്പോൾ എന്തു ഇട്ടിരിക്കുന്നത്, താനും ഞാൻ ഇട്ടിരിക്കുന്ന ആ പുണ്യവസ്ത്രമല്ലേ ഇടുന്നത്, അത് ഇട്ടോണ്ടല്ലേ താൻ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പൊ തനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ അടുക്കൽ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് പൊട്ടരായ മനുഷ്യരുടെ മുന്നിലേക്കിട്ട് കാശുണ്ടാക്കണം. അതുപോലെ തന്നെയാണ് മറ്റൊരാൾ വന്നത്, മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആ നാറിയുടെ ഞാൻ നാറിയെന്ന് തന്നെ വിളിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അയാൾ മഹാചെറ്റത്തരോ കാണിക്കുന്ന, ഉള്ള മനുഷ്യരുടെയൊക്കെ അടുത്ത് പോയി മറ്റുള്ളവരെ വിഡ്ഢികളായ, കേരളത്തിലെ ഏറ്റവും വിഡ്ഢികളാണ് കമന്റ് തൊഴിലാളികൾ, അവറ്റകളെ പറഞ്ഞ്, അതായത് ഇത് ആൾ ദൈവമാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച് കുറെ വ്യൂസിനെ ഉണ്ടാക്കി, ആൾക്കാരെ ഉണ്ടാക്കി, അതിലൂടെ പണം നേടുന്ന ഒരു പമ്പര വിഡ്ഢിയാണ് ആ കോന്തൻ മാസ്റ്റർ ബ്രെയിൻ. അതുപോലെ മാസ്റ്റർ ന്യൂസ് കേരള കൂടെ നടക്കുന്ന ഒരെണ്ണം. അത് ഇന്ന് വരെ ഒരു ചില്ലിക്കാശ് എനിക്ക് തന്നിട്ടില്ല. ഇവർ രണ്ടുപേരും ചില്ലിക്കാശ് തന്നിട്ടില്ല. ഞാൻ നന്നായിട്ട് പറയും. മനസ്സിലായോ? വിഡ്ഢി സമൂഹം, യുവർ ഒപ്പീനിയൻ ജസ്റ്റ് ലൈക്ക് വൗ, അബ്സല്യൂട്ട്ലി കറക്റ്റ് ഡിയർ അമ്പിക്കുട്ടി. ഞാൻ പറയും, കാരണം നിങ്ങളെപ്പോലുള്ളവരെ കബളിപ്പിക്കുകയാണ് ഇവര്. പണത്തിന് വേണ്ടിയാണ് ഇത്തരം ആളുകൾ. അയാളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ പാമ്പ് പിടിച്ച ഒത്തിരി ആളുകളെയാണ് അവരൊക്കെ. നിങ്ങൾക്കൊന്നും അറിയില്ല അതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അയാളുടെ വീഡിയോയിൽ മുഴുവൻ അത്തരത്തിലുള്ള മനുഷ്യരെ ചെന്നെടുത്താൽ അയാൾക്കറിയാം. മാസ്റ്റർ ബ്രെയിൻ എന്നാണ് അയാളുടെ ആ ചാനലിന്റെ പേര്. അയാൾക്കറിയാം
ഇത്തരത്തിലുള്ള ആളുകളെ തൻ്റെ ചാനലിലേക്ക് ഇങ്ങനെ പറഞ്ഞ് പരത്തി വിടുമ്പോൾ തനിക്ക് അതുവഴി, അതായത് ഇത്തരം ആളുകളോട് പുച്ഛവും പരിഹാസവുമുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നും അവരുടെ പിന്തുണ തനിക്ക് കിട്ടുമെന്നും അതിലൂടെ തനിക്ക് പണം നേടാമെന്നുമുള്ള രീതിയിലാണ് അയാൾ ആ വീഡിയോ എടുത്ത് പ്രക്ഷേപണം ചെയ്യുന്നത്. മറ്റവരൊക്കെ പാവങ്ങളാണ്. കാരണം അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, മൈൻഡിൽ വരുന്ന മാറ്റങ്ങൾ, ചിലർ അതിനകത്തിൽ കടുത്ത വസ്ത്രങ്ങൾ ഇടുന്നവർ കാണും, കടുത്ത നിറമുള്ള വസ്ത്രങ്ങൾ ഇടുന്നവർ കാണും, ഇത്തിരി തിരി കത്തിക്കുന്നവർ കാണും, തീയും തിരിയും കത്തിച്ച് വെക്കുന്നവർ കാണും, അതിൻ്റെ അടുക്കൽ നിന്ന് തുള്ളുന്നവർ കാണും. ഇതൊക്കെ സാധാരണപ്പെട്ട മനുഷ്യർ ചെയ്യുന്നതല്ലേ, നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. അതൊക്കെ തീ കൂട്ടുക, ആ തീയുടെ ചുറ്റും കിടന്ന് തുള്ളിച്ചാടുക, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അണിയുക, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. നിലവിളക്ക് കൊളുത്തുക, അതൊക്കെ എന്ത് കുറ്റമാണോ? എന്നിട്ട് അതിൻ്റെ മുന്നിൽ ചെന്ന് തുള്ളുക, അത് ഈ ലോകത്തിലെല്ലാം മനുഷ്യൻ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം നമുക്ക് ആൾദൈവം എന്ന് പേരിട്ടൂടെ? അപ്പൊ ഇത്തരം ആളുകൾ ഇപ്പൊ എന്നെ തന്നെ അമ്മ 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 എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുക. എനിക്കത് കേൾക്കുമ്പോൾ ചെവുത്തേട് കയറി വരും. എൻ്റെ പേര് നാഗസൈരന്ത്രി എന്നാണെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലർ എന്നെ അമ്മ എന്ന് വിളിക്കുന്നു. പിന്നെ ഞാൻ വിചാരിക്കും, മുടി നരച്ച കളവന്മാരും കളവികളും വരെ എന്നെ അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞാനും വിചാരിക്കും, വിളിക്കട്ടെ, കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ മുടിയൊക്കെ നരയ്ക്കേണ്ടതല്ലേ. അന്നേരം ചെറിയ കുട്ടികളൊക്കെ എന്നെ അമ്മയെന്നും അമ്മച്ചിന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പം അതിപ്പോഴേ അങ്ങ് പരിശീലിച്ച് അവരങ്ങ് തീരട്ടെ എന്ന് ഞാൻ കരുതും. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് കരുതും. പക്ഷെ എനിക്ക് ആ വിളി എനിക്ക് ഇഷ്ടമല്ല. അമ്മ 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 അമ്മ, ചേച്ചി 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 ചേച്ചി, എനിക്കൊരു പേരുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാഗ എല്ലാവരും മുത്തേ പൊന്നെ കണ്ണേന്ന് വിളിക്കുന്നതെന്ന്. എനിക്ക് മുത്തകളുടെ ഒന്നും പേരറിയത്തില്ല, പേര് മൈൻഡിലിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ വീണ്ടും വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓരോ വീടുകളിലേക്കും ഇവർ വന്ന് ക്യാമറ എടുത്ത് കോലും എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ദാരിദ്ര്യത്തെ അവർ ക്യാമറയിൽ ഒപ്പിയും. നിങ്ങളുടെ കണ്ണ്, മുഖം, മൂക്ക്, വായ, സംസാരം എല്ലാം അവർ പണമാക്കി മാറ്റും. നിങ്ങൾക്ക് എന്ത് കോപ്പ് വരും? ചിന്തിക്കും. ഓരോ വീടുകളിലേക്കും വന്നിട്ടെടുത്ത് നിങ്ങൾക്ക് എന്താണ് തരുന്നത്? എന്നെ ഇങ്ങോട്ട് വിമർശിക്കാമെങ്കിൽ എനിക്ക് നല്ലവണ്ണം എന്നെ പൊട്ടിയെന്നും മണ്ടത്തിയെന്നും പണം എടുക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഒറ്റപ്പെടുത്താമെങ്കിൽ എനിക്ക് ഈ കേരളത്തിലുള്ള വിഡ്ഢി സമൂഹത്തെ മുഴുവൻ ഓരോ വ്യക്തികളും അങ്ങനെ പറഞ്ഞ് എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാക്കുകയാണെങ്കിൽ ഞാനും ഇതുപോലെ പറഞ്ഞങ്ങ് ഓരോന്നും പറഞ്ഞങ്ങ് ഇറങ്ങും. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ചുമ്മാതിരിക്കുന്നതിനകത്തിൽ കോലിട്ടിളക്കാൻ വന്നാൽ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞങ്ങ് ഇറങ്ങും. പിന്നെ ഒരാൾക്കും നിലനിൽപ്പില്ലാതെ വരും. മനസ്സിലായല്ലോ? ഞാൻ സംഹാര രുദ്രയായി ഭദ്രയായി അങ്ങ് ഇറങ്ങും. ഓരോന്നിനോട് ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു ഉത്തരവും ഇല്ലാതാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത്തരം ആളുകളുടെ വീട്ടിൽ ഇങ്ങനെ വന്ന് ക്യാമറയും പിടിച്ചുകൊണ്ടൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പണം ചോദിക്കണം. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സംഭാഷണങ്ങളാണ് ഇവറ്റകൾ എടുത്തിട്ടുകൊണ്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നത്, വിറ്റ് കാശുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞു വിഹിതം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ചോദിക്കാൻ അർഹരാണ്. ചിലരൊക്കെ നിങ്ങളുടെ വീടില്ല, ഒന്നുമില്ല, ടാർപ്പ വലിച്ചു കെട്ടി വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് എടുത്തോണ്ട് പോകുമല്ലോ. ആ എടുത്തോണ്ട് പോകുന്നവർ, ക്യാമറയിൽ ഒപ്പി എടുത്തോണ്ട് പോകുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്താണെന്നറിയാവോ? ഇങ്ങനെ എടുത്തോണ്ട് പോയാൽ അവർ പറയുന്ന വാക്കുകളാണ്. ഇങ്ങനെ എടുത്തോണ്ട് പോയാൽ നിങ്ങളെ, അതായത് ഞങ്ങളുടെ ചാനല് ധാരാളം ആളുകൾ കാണുന്നതാണ്, വലിയ ചാനലാണ്, ഇന്ത്യക്ക് അകത്തും പുറത്തും ഓടുന്ന ചാനലാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാൽ ഒത്തിരി ആളുകൾ കാണും, അവർ നിങ്ങൾക്ക് പണം അയച്ചു തരുമെന്ന്.
ഇല്ല. അത് അവരുടെ പറച്ചിലും നമ്മുടെ തോന്നലുമാണ്. അവരങ്ങനെ പറയുമ്പോൾ നമ്മൾ അതങ്ങ് വിശ്വസിക്കും. ശരിയാണ്, എൻ്റെ വീടിൻ്റെ പരിതസ്ഥിതിയും എൻ്റെ ദാരിദ്ര്യവും എല്ലാം കാണുന്നുണ്ടെ, വെളിയിൽ ചെല്ലുന്നുണ്ടെ ആളുകൾ ഇത് കണ്ടിട്ട് എന്നേക്ക് സഹായിക്കാൻ വരും എന്നൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിക്കും. ഇല്ല. പിന്നെ കുറേ കമൻ്റ് എഴുതുന്നവർ കാണും. അവർ നിങ്ങളുടെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ച് അവിടെ എഴുതി വെക്കും, പണം അയച്ചു തരില്ല. ഞാൻ പറഞ്ഞു തരാം മനുഷ്യൻ്റെ മനസ്സ്. അവരയച്ചു തരില്ല. അപ്പോൾ ഈ കമൻറ്റ് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ആ ആളുടെ ഗൂഗിൾ പേ നമ്പർ തരാമോ, അക്കൗണ്ട് നമ്പർ തരാമോ? അയാൾ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും മാത്രം വാങ്ങിച്ച് അവിടെ കമൻ്റ് എഴുതി വെക്കുകയാണ്. അതിൻ്റെ അടിയിൽ ചെന്ന് കുറേ വിഡ്ഢികളുണ്ട്. അയ്യോ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആമേൻ ആമേൻ, നിങ്ങളെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുതി വെച്ചവനെ ചെന്ന് പുകഴ്ത്തും. അയാൾ ആ പുകഴ്ത്തലും കേട്ടോണ്ട് അയാൾ അങ്ങ് പോകും. ഒന്നുകിൽ അയാൾ അത് ഓർത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാതുള്ളവർ അതും അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നീട് അവർ മറന്നു പോകും. മനുഷ്യൻ്റെ കാര്യമാണ്. 100 കൂട്ടം ജോലിയുള്ളവരാണ് അയാൾ, അവരങ്ങ് മറന്നു പോകും. നിങ്ങളുടെ കാര്യമേ മറക്കും. നിങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പണം തരണമെന്നോ, നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള പണം ഇതിലൂടെ അയച്ചു തരണമെന്നോ, നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കാനുള്ള പണം അയച്ചു തരണമെന്നൊന്നും അവർ ഓർക്കത്തില്ല. ജോലിയൊക്കെയുള്ള വേറെ ഓഫീസ് വർക്ക് എങ്ങാനോ ഉള്ളവരാണെങ്കിൽ അവർ പിന്നെ ഓർക്കത്ത് പോലുമില്ല. ആ കമൻറ്റ് എഴുതി വെച്ചിട്ട് ഒരു പോക്ക് അങ്ങ് പോകും, നിങ്ങളെ മറന്നും പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ നിങ്ങളുടെ അടുത്ത് ക്യാമറയും കോലുമായിട്ട് പിടിച്ചോണ്ട് വരുന്നത് അവരിൽ നിന്ന് അവരോട് പറയണം, നിങ്ങളിത് കൊണ്ടുപോകുന്നില്ലേ, ഇത് കൊണ്ടുപോയി നിങ്ങൾ പണം ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ കുറച്ച് എനിക്ക് താ എന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടാകണം. അവിടെ തുല്യതയാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ വർക്ക് ചെയ്യുകയാണ്. ഒന്ന്, നിങ്ങളുടെ പരിമിതികളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കഥയെ ആ ചാനൽ പ്രവർത്തകന് കൊടുക്കുന്നു. നിങ്ങളുടെ ജീവിതവും, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള ജീവിതവും ജീവിത കഥകളെയും ആ ചാനൽ പ്രവർത്തകന് കൈമാറുന്നു. ആ കൈമാറുമ്പോൾ തന്നെ അയാളുടെ പക്കൽ നിന്നും നിങ്ങൾ പണം വാങ്ങിക്കണം. അതിനുള്ള പ്രതിഫലം, കൂലി വാങ്ങിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയാൾ അത് കൊണ്ടുപോയി വെറുതെ വെച്ചേക്കല്ല, അയാൾ അത് കൊണ്ടുപോയി മാധ്യമം അയാളുടെ വരുമാന മാർഗമാക്കി മാറ്റുക. അയാൾക്ക് ആകെ വരുമാന മാർഗം ഇതേ ഉണ്ടാകുള്ളൂ. ആ വരുമാന മാർഗമാക്കി തീർക്കുവാണ്. നിങ്ങളത് അറിയുന്നില്ല. നിങ്ങൾ വെറും വിഡ്ഢികൾ, പൊട്ടര്, മണ്ടര്. കമൻ്റ് എഴുതി വയ്ക്കുന്ന നാറുകൾ. അത് ഈ കമൻറ്റ്, കേരളത്തിലെ പല കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇതെന്താണ് ഒരു വഴി? കേരളത്തിലെ മിക്ക ആളുകളുടെയും ഇപ്പം എല്ലാം എൻ്റെ വീഡിയോസുകളാണ് ഓടുന്നത്. ഇതിൻ്റെ അടിയിലെല്ലാം കമൻറ്റുകൾ. ഇതിനെന്താണ്? ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കമൻറ്റിൻ്റെ എല്ലാം അടിയിൽ ചെന്ന് ഓരോ മറുപടി കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതല്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവറ്റകളുടെ കമൻറ്റുകളെ സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ അതങ്ങ് ആഡ് ചെയ്യും. അങ്ങനെയെങ്കിലും എനിക്കൊരു മുതലാകട്ടെ. കാരണം നമുക്ക് പണമില്ല വേറെ. ഈ മാധ്യമപ്രവർത്തകർ നമുക്ക് പണം തരുന്നില്ല. വീഡിയോ വന്ന് എടുത്തുകൊണ്ട് പോവുക. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ അതാണ് എൻ്റെ ജോലി. ഇവർ വരുമ്പോൾ ഇൻ്റർവ്യൂ അതെൻ്റെ ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഇവർ നമുക്ക് പണം തരുന്നില്ല. എന്നിട്ട് പുറത്ത് ചെന്ന് നിന്ന് ഇവർ പണം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. അപ്പം ഞാനപ്പോൾ ഒന്ന് മനസ്സിലാക്കി, ഇനി എന്താ ഇതിനൊരു പോം വഴി? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ വീഡിയോ ഇടുന്നവരെ മാത്രമല്ല, ഈ കമൻ്റ് എഴുതുന്ന അവരുടെയും കൂടെ കമൻ്റ് എടുത്ത് നമുക്ക് കൊണ്ടുവന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടാലോ. ഇപ്പം ഞാൻ അങ്ങനെയെങ്കിലും കിടന്ന് ഓടട്ടെ. കാരണം ആളുകൾക്ക് എപ്പോഴും നെഗറ്റീവ് കമൻറ്റ് വായിക്കാനാണ് ഇഷ്ടം. ഒരാളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് കണ്ട് രസിക്കാൻ, ഒരാളെ കൊള്ളൂല എന്ന് പറയുന്നത്, അതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. അതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള മനസ്സുള്ളവരുടെ കമൻറ്റുകൾ എടുത്തുകൊണ്ട് വന്ന്
എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യും. സമൂഹത്തിന് ആവശ്യം അതാണ്. വേറൊരാളെ കുറ്റം പറയുന്നത്, അവരുടെ കുറ്റം പറയുന്നത്, കുറവുകൾ നിരത്തുന്നത്, അവരെ ആളുകളെല്ലാം കൂടെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത്, അതൊക്കെ കണ്ടും കേട്ടും രസിക്കാനാണ് ആളുകൾക്ക്, നെഗറ്റീവാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ എടുത്ത് യൂട്യൂബ് ചാനലിലേക്ക് ഇടുകയാണ്. ആ ചാനൽ അവിടെ കിടന്നു ഓടും. അല്ല, ആ ചാനലല്ല, ആ സ്ക്രീൻഷോട്ട്, ആ കമൻറ്റ് അവിടെ കിടന്ന് നന്നായിട്ട് ഓടും. ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടം അതാണെന്നേ. അപ്പോൾ ആളുകളുടെ വായന സുഖവും കൂടി ഞാൻ അതിലേക്കും കൊടുക്കും. കാരണം എനിക്ക് നെഗറ്റീവും ഇല്ല, പോസിറ്റീവും ഇല്ല. എന്നെ ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഞാൻ അതിൻ്റെ മറ്റൊരു പ്രതിവിധിയാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായോ? എന്നെ ആളുകൾ കുറ്റം പറയുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കീറിക്കൊണ്ടിരിക്കത്തില്ല. അതിൻ്റെ മറ്റു പ്രതിവിധി എന്താണ് എന്ന് ഞാൻ നോക്കും. എന്തെങ്കിലും നമുക്ക് വരുമാന മാർഗം കിട്ടുന്നില്ല. ഞാൻ നോക്കപ്പോൾ കാണാം ഇത്ര വർഷമായി നേരമണ്ണം നമുക്കൊരു വരുമാന മാർഗം കിട്ടുന്നില്ല. വരുമാനമെല്ലാം ഉണ്ടാക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരും ട്രോൾ ചെയ്യുന്നവരും ഒക്കെയാണ്, ഞാനല്ല. ഇപ്പോഴും എനിക്ക് ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ല. പല മാധ്യമ പ്രവർത്തകരും വന്ന് എൻ്റെ വീടിൻ്റെയും ഇവിടുത്തെ എല്ലാം ചുറ്റുപാട് കണ്ടിട്ടുള്ളതാ. നല്ലൊരു കസേര പോലും അവർ കൊണ്ടുവന്ന് തരത്തില്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നല്ല പ്രതിബദ്ധതയുള്ള ആളുകളും കൂടെ ആയിരിക്കണം. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം. അല്ലാതെ പണ്ടത്തെ ആ നിയമങ്ങളൊക്കെ മാറ്റണമെന്നേ. ഒരു കസേര ഇങ്ങോട്ട് എടുത്ത്, ഒരു മേശ അങ്ങോട്ട് എടുത്ത് ഇടുക, അതിൻ്റെ അപ്പുറത്തിരുന്ന ഒരാൾ ഒരു കാര്യം പറയുന്നു, ഇപ്പുറത്തിരുന്നൊരു കാര്യം പറയുന്നു. അത് മാത്രമല്ല, പാവപ്പെട്ട വീടുകൾ കാണുവാണെങ്കിൽ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ എന്താണ് അതും കൂടെ ഒപ്പിച്ചു കൊടുക്കണം. അതാണ് നല്ലൊരു മാധ്യമ പ്രവർത്തനം അതാണ് ചെയ്യുന്നത്. അല്ലാതെ അവരുടെ വീടിൻ്റെ സിറ്റുവേഷനും പിന്നെ ഒരു നങ്ങേലിപ്പട്ടി ഉണ്ടെങ്കിൽ, വയറൊട്ടി കിടക്കുന്ന ഒരു പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് പോയി വല്ല മൺകലം വീട്ടുമുറ്റത്തെങ്ങാനും വെച്ചേക്കുവാണെങ്കിൽ ആ മൺകലത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ എല്ലാത്തിൻ്റെയും കണ്ണും കുഴിഞ്ഞ് അകത്തോട്ടിരുന്ന് അവർക്ക് നല്ലൊരു വസ്ത്രങ്ങളില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി കൊണ്ടിട്ട് പരസ്യം ചെയ്യുക. അതല്ല, പരസ്യം ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് അധ്വാനിക്കുക, അതിൽ നിന്നും കിട്ടുന്നത് കഴിക്കാനായിട്ട് എടുക്കുക. ഇവരുടെ ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഇവരുടെ ആ രൂപത്തെയും അവസ്ഥകളെയും ഒക്കെയും ഒപ്പിയെടുത്ത്, ക്യാമറയിൽ ഒപ്പിയെടുത്ത് മറ്റവൻ കൊണ്ടുപോയി കാശുണ്ടാക്കുക. ഞാൻ എല്ലാം തുറന്നു പറയും. ഇനി അത് പറ്റില്ല. നാഗാസേന്ദ്രൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അത് പറ്റില്ല. അല്ലെങ്കിൽ എന്നെ കൊല്ലണം. എന്നെ കൊന്നാലും ഞാൻ രക്ഷ തരത്തില്ല. ഞാനിവിടെ പുനർജനിക്കും. എൻ്റെ ദേഹം മാത്രമേ പോവുള്ളൂ. എല്ലാ എണ്ണം എന്നെ കൊല്ലാനായിട്ട് മുന്നിട്ട് നിന്നതാ. എല്ലാ എണ്ണത്തിനെയും ഞാൻ പഠിപ്പിച്ചൊരു പാഠം പഠിപ്പിക്കും. എന്നെ കൊല്ലാൻ പറ്റില്ല നിങ്ങൾക്ക്. എൻ്റെ ദേഹത്തെ ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. കൊല്ലുന്ന അടുത്ത നിമിഷം തന്നെ ആ ആളിൽ ഞാൻ പുനർജനിക്കും. അയാൾക്ക് പിന്നെ ഒരുഗതിയും പരഗതിയും ഞാൻ കൊടുക്കത്തില്ല. എല്ലാത്തിൻ്റെ ഉള്ളുകളിൽ ചെന്ന് ഞാൻ എൻ്റെ ചിന്തകളെ ആഴത്തിൽ പതിപ്പിക്കും. ഈ ലൈവ് കാണുന്ന എല്ലാത്തിൻ്റെയും ചിന്തകളെ ഉണർത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകരുടെ എല്ലാ കൊള്ളരുതായ്മ എനിക്ക് അത്രയ്ക്ക് കലിപ്പാണ് അവറ്റകളോട്. വെറുപ്പായി തുടങ്ങി. കാരണം എല്ലാം ഇങ്ങോട്ട് വലിഞ്ഞു പുറങ്ങി കയറി വരും. എനിക്കൊരു പേര് കിട്ടുമെന്ന് വെച്ചേക്കോ, ആൾ ദൈവം എന്ന് എന്നെ വിളിച്ച് അവറ്റകള് ആൾദൈവമായി കോടീശ്വരന്മാരായി വരിക. ഞാൻ വലിച്ചു വരിക. അതിന് പറ്റില്ല. ഞാൻ കൊടുക്കുന്ന വകയും കൂടി എന്തുകൊണ്ട് ഇവർക്ക് അവരുടെ ചാനലിനകത്തിടാൻ പറ്റുന്നില്ല? കാരണം അത് പരസ്യമാണ്, എൻ്റെ ബിസിനസ്സാണ്. ഞാൻ അരി കൊടുക്കുവാണെങ്കിൽ ഞാൻ എത്ര പേർക്ക് ഇവിടെ അരി കൊടുത്തിട്ടുണ്ടെന്നറിയാം. നിങ്ങളെങ്ങനെ ആ അരി കൊടുക്കുന്ന വീഡിയോസിൻ്റെ ഏതെങ്കിലും ഭാഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ അരി കൊടുക്കുന്നതൊന്നും ഇവറ്റകളെ ക്യാമറയിൽ പതിപ്പിച്ചിടുന്നില്ല. അതെന്തുകൊണ്ട് ഇടുന്നില്ല?
അതുപോലെ ഇവിടെ വരുമ്പോൾ സാമ്പ്രാണിത്തിരി കൊടുക്കുന്നത്, അരി കൊടുക്കുന്നത്, അതുപോലെ ഈ വസ്ത്രങ്ങൾ കൊടുക്കുന്നത്, ചില്ലറ പൈസകൾ കൊടുക്കുന്നത്, ഇവിടുത്തെ ദക്ഷിണയാണെന്ന് പറഞ്ഞ് ഇത്രയും ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇവർക്ക് കൊടുക്കും. ഇതൊന്നും അവര് അവിടെ കൊണ്ടുവന്ന് അവരുടെ ഇന്റർവ്യൂവിൽ അതിൽ കാണത്തില്ല. എന്തുകൊണ്ട് കാണത്തില്ല? എനിക്ക് അതാണ് വേണ്ടത്. ഇവിടുന്ന് എന്താണോ കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ ചാനലിലേക്കിട്ട് പരസ്യം ചെയ്യണം. ആ പരസ്യം ചെയ്താലേ വേറെ ആൾക്കാർ എൻ്റെ അടുക്കൽ വരികയുള്ളൂ. എൻ്റെ അടുക്കൽ വന്നിട്ട് അവരിത് വാങ്ങിക്കാൻ വരുള്ളൂ. ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ കൂടി, ആ വിൽക്കുന്നതിൽ കൂടി എനിക്ക് 10 പൈസ വരുമാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവറ്റകൾ വരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇവരുടെ ചാനലിലെങ്കിലും ഇട്ട് അതൊന്ന് മാർക്കറ്റിങ് ചെയ്യട്ടെ. ഒരു മാർക്കറ്റിങ്, ഒരു പിന്നെ എന്താ പബ്ലിസിറ്റി ആവട്ടെ എന്ന് കരുതിയാണ് ഈ കൊടുക്കുന്നത്. ഇവറ്റകൾ അതൊന്നും ഇടത്തില്ല. അത് 4 പേര് കണ്ടാലല്ലേ എൻ്റെ അടുക്കിലേക്ക് ആളുകൾ വന്നിട്ട് ഇത് വാങ്ങിക്കാൻ വരുള്ളൂ. അങ്ങനെയല്ലേ എനിക്ക് 10 പൈസ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ എന്തുകൊണ്ട് ഇടുന്നില്ല? അപ്പൊ അതെല്ലാം കള്ളവല്ലേ നിങ്ങൾ ചെയ്യുന്നത്? പറയ്. ഞാനും ഇവിടെ ജീവിക്കാനിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ ജീവിക്കാനിരിക്കുക. കേരളത്തിലെ മനുഷ്യർ പക്ക വിഡ്ഢികളാണ്. വിഡ്ഢികളെന്ന് ഞാൻ ആരെയാണ് പറയുന്നതെന്ന് വെച്ചാൽ കമന്റ് എഴുതാൻ വരുന്ന ഓരോ വ്യക്തികൾ. കാരണം ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ കമന്റ് ഇടാൻ വരുന്നവർ കാണുന്നില്ല, അറിയുന്നില്ല. ഞാനിത് തുറന്നങ്ങ് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്നെപ്പോലെ തന്നെ മറ്റാരുടെയെങ്കിലും വീടുകളിൽ ഇത്തരം ആളുകൾ ചെല്ലുകയാണെങ്കിൽ ക്യാമറയിൽ പൊക്കി പിടിച്ചോണ്ട് ഒരു മാധ്യമ പ്രവർത്തനമാണെന്ന് പോലും, ജേർണലിസം ആണ് പോലും. എന്തിന് തേങ്ങാക്കൊല ജേർണലിസം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും പറ്റൂടോ. എൻ്റെ ചാനലും അതിനു വേണ്ടി ഇരിക്കുന്നതാ. എനിക്കും പറ്റും. ഇതേ എൻ്റെ ഈ വീടിന് ചുറ്റും ഒത്തിരി വീടുകളുണ്ട്. ടാർപ്പ് അടിച്ച്, പിന്നെ ഇപ്പോഴും ഈ കാലത്തും ടാർപ്പ് അടിച്ച് കുടിലിൽ കഴിയുന്ന ആളുകളുണ്ട്. തൊഴിലില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട്. പട്ടിണി പാവങ്ങളുണ്ട്. ദരിദ്രനായിട്ടുള്ളവരുണ്ട്. അസുഖം ബാധിച്ചവരുണ്ട്. എനിക്കും വേണമെങ്കിൽ അവരുടെ എല്ലാം വീഡിയോ ഇങ്ങനെ പിടിച്ചു പോയി അവരുടെ എല്ലാം വീട്ടിൽ ചെന്ന് ഇങ്ങനെയെല്ലാം എനിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ നിസ്സാരപ്പെട്ട കാര്യം. പക്ഷെ ഞാൻ ചെയ്യില്ല. എന്തെന്ന് വെച്ചാൽ അവരുടെ താല്പര്യമില്ലാതെ, അവരുടെ അംഗീകാരമില്ലാതെ, അവരുടെ യാതൊന്നുമില്ലാതെ ഞാനതങ്ങനെ ചെയ്തില്ല. ഞാനൊന്നും ചെയ്യില്ല. അവരുടെ അനുമതി ഇല്ലാതെ, ഒരാളുടെ അനുമതി ഇല്ലാതെ അവരുടെ വീട്ടിലേക്ക് എന്നിട്ട് നിങ്ങളുടെ അസുഖത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒന്ന് ക്യാമറ പിടിച്ച് എൻ്റെ ചാനലിലേക്ക് ഒന്ന് ഇടട്ടെ എന്ന് എനിക്ക് ചോദിക്കാൻ വയ്യ. കാരണം ഞാനൊരു അഭിമാനിയാണ്. എനിക്കത് ചോദിക്കാൻ വയ്യ. ആരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടു വന്നാൽ ഞാൻ പറയും, വരൂ ക്യാമറയിൽ ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞോ. എനിക്ക് വയ്യ പറയാൻ. കാരണം നിങ്ങളുടെ സുഖക്കേടും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. ഞാൻ പറയുന്നതും നിങ്ങൾ പറയുന്നതും രണ്ടും രണ്ട് വ്യത്യാസമാണ് എന്ന് ഞാൻ പറയും. ഈ പരിസരത്തുള്ള ഒരുപാട്, ഈ ദേശത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ, ഞാൻ ചെയ്യില്ല. മനസ്സിലായോ? വെട്ടകളെ പോലെ എനിക്കും ക്യാമറയും കോലും പിടിച്ചോണ്ട് ഇറങ്ങാം. എനിക്കതിനുള്ള കഴിവും തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് കയറി അവരുടെ അനുമതി ഇല്ലാതെ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ദാരിദ്ര്യം ഒന്ന് പറയൂ, നിങ്ങളുടെ ഈ വീടൊക്കെ കാണിച്ച് ഒന്ന് എൻ്റെ ക്യാമറയിൽ പിടിപ്പിച്ചോട്ടെ എന്നൊന്നും എനിക്ക് വയ്യ പറയാനേ. അവരെന്നോട് ആവശ്യപ്പെട്ട് വരാമെങ്കിലൊക്കെ ഞാൻ അതിനൊക്കെ തയ്യാറാണ്. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ചിലർക്കൊന്നും ഇഷ്ടാവില്ല അവരുടെ ദാരിദ്ര്യത്തെ നമ്മുടെ ചാനലിലൂടെ കാട്ടാൻ. പലർക്കും ഇഷ്ടാവില്ല. അവരുടെ രോഗവിവരത്തെ ചാനലിലൂടെ ഇടാൻ ആർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമതിയും
അതീവ ജ്ഞാനിയുമായ ഞാൻ എൻ്റെ ചാനലുകളിൽ എൻ്റേതു മാത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല. ആരുടെ മൂക്കും മുഞ്ഞും കാണണ്ട, വഴക്ക് കേൾക്കണ്ട. എന്തിനാ നീ എൻ്റെ വീഡിയോ എടുത്ത്? എന്തിനാ നീ എൻ്റെ രോഗവിവരം പറഞ്ഞ്? നീ എന്തിനാ എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ്? നിന്നോട് ആര് പറഞ്ഞു? എൻ്റെ കഥ നിനക്കാണോ അറിയാവുന്നത്, എനിക്കാണോ അറിയാവുന്നത് എന്നൊന്നും ചോദിച്ചാൽ ആരും എൻ്റെ അടുത്ത് വരില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെതായ പാതയിൽ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ കാണും ഇങ്ങോട്ട് വലിയ കയറിക്കൊണ്ട് വരും. ഞാൻ വിളിക്കുന്ന സമയത്ത് വരത്തില്ല. അലറിക്കൂവി കരഞ്ഞ് എന്നെ ഒരു സഹായിക്കൂ എന്ന് പറയുമ്പോൾ ഒരു നാറുകളുമില്ല. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ, ഒന്ന് വരൂ എന്ന് പറയുമ്പോൾ ആരും വരില്ല. എനിക്ക് ആവശ്യമില്ലാത്തപ്പോൾ എല്ലാവരും വരും. ആവശ്യമുള്ളപ്പോൾ ആരെയും കാണില്ല. ആവശ്യമില്ലാത്തപ്പോൾ എല്ലാം വലിഞ്ഞു കയറി വന്നിട്ട് എല്ലാം നശിപ്പിക്കാനേ വരുള്ളൂ. ഇനി നോക്കിക്കോ, ഇനി ഞാൻ പറയാം. കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികൾ. കമന്റ് എഴുതുന്നവർ മണ്ടന്മാരാണ്. കാരണം അവർക്കറിയില്ലല്ലോ. എവിടെയോ ഇരുന്ന് എഴുതി പിടിപ്പിക്കുകയാണ്. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക. ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ചാനലിൽ ഇടത്തുകയില്ല. അത് ഇട്ടാലല്ല എനിക്ക് വരെ 10 പൈസ വരുമാനം ഉണ്ടാകത്തുള്ളൂ. ഇവറ്റകൾ അത് ഇടത്തതുമില്ല. എൻ്റെ വീഡിയോസ് കൊണ്ടുവന്ന് ഞാൻ എഴുതി വെച്ചതും ഞാനിവിടെ വരച്ച് വയ്ക്കുന്നതും എല്ലാം കൊണ്ടുവന്ന്, അതും എത്രയോ കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെയും വന്ന് നിങ്ങളൊന്ന് എടുത്തിടൂ. കാരണം അതിലൂടെയൊക്കെ എനിക്ക് വരുമാനമാർഗം കിട്ടുന്നതാണ്. എനിക്കെന്തെങ്കിലും കിട്ടുന്ന കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ചെയ്യൂ എന്ന് യാചിച്ചാൽ പോലും അവറ്റകൾ അതിടില്ല. എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്ന അരി ഇടുന്നില്ല? ഞാൻ തന്നെ കവറ് ഇങ്ങനെ സഞ്ചി ഇങ്ങനെ കുത്തിക്കെട്ടി ഞാൻ ചെയ്യുന്നതാണ്. സഞ്ചി ഒരു കവർ ഇങ്ങനെ ഉണ്ടാക്കും രാവിലെ. ആ സഞ്ചി കുത്തിക്കെട്ടി അതിനകത്തിൽ നാഴി അരിയാണ് ഞാൻ ഇടുന്നത്. ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി നാഴി അരി മതി. അത് ഞാൻ കൊടുക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിക്കില്ല. പക്ഷെ ഇന്റർവ്യൂവിന് ഞാൻ കാശ് വാങ്ങിക്കും. ചിലരേ തരുള്ളൂ, ചിലർ മുഴുവൻ കാശും തരില്ല. എന്നിട്ട് ഞാൻ ആ അരി കൊടുക്കും. അരി എന്തിനാണ് കൊടുക്കുന്നത്? അത് അവരുടെ ചാനലിലിട്ട് അത് കണ്ടിട്ട് വേണം, അത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വേണം പാവപ്പെട്ടവരും പിന്നെ വിദ്യാഭ്യാസം ഉള്ളവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ പാവപ്പെട്ടവരോ അല്ലാത്തവരോ പണക്കാരോ എന്തോ ആയിക്കോട്ടെ, ആളുകൾ ഇവിടേക്ക് വന്നിട്ട് അവരും അതുപോലെ തന്നെ ആ അരി വാങ്ങിച്ചിട്ട് തരാൻ മനസ്സുള്ളവർ അതിലൂടെ എനിക്ക് ഇത്തിരി എന്തെങ്കിലും തന്നിട്ട് പോകട്ടെ. അതെൻ്റെ ഉപജീവന മാർഗമാണ്. അതുപോലും പബ്ലിസിറ്റി ചെയ്യാൻ കഴിയാത്ത തെണ്ടികൾ, എൻ്റെ വീഡിയോ എടുത്തു വെച്ച് പണം ഉണ്ടാക്കുന്ന പരമതെണ്ടികൾ, മാധ്യമ പ്രവർത്തകർ, ജേർണലിസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തേങ്ങാക്കൊലയും അറിയാൻ കഴിയാത്ത നാറികൾ, വിഡ്ഢികൾ, കേരളത്തിലെ മുഴുവൻ വിഡ്ഢി ജനങ്ങളും അവരോടെല്ലാവരോടും ഞാൻ പറയുന്നത്, ഇനി ഒറ്റെണ്ണം പോലും എൻ്റെ അടുക്കിലേക്ക് വരരുത്. അഥവാ വന്നാൽ ഞാൻ തരുന്ന അരിയോ തിരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ തരുന്നുണ്ട്. അത് പബ്ലിസിറ്റി ചെയ്യണം. ചാനലുകാർ സ്വയം നന്നാകാനേ ശ്രമിക്കും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒന്നും അവർക്ക് താല്പര്യമില്ല. അത്തരക്കാരെ ജനങ്ങൾ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യണം. മുത്തേ, ഇത് മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ശ്രീബാല ഇത് ആളുകൾ അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവറ്റുകൾ ഇവിടെ വന്ന് ചെയ്യുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ കേരളത്തിലെ മിക്ക ആളുകളും പിന്നെ എൻ്റെ വീഡിയോ എവിടെ കണ്ടാലും
ആൾ ദൈവം, ആൾ ദൈവം, ആൾ ദൈവം, ഇവർക്കിനി ഹോസ്പിറ്റൽ വരും, അവർക്കിനി അത് വരും, ഇത് വരും എന്ന് പറഞ്ഞ് അങ്ങ് എഴുതി പിടിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഓൾറെഡി അതൊക്കെ എനിക്കുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തുണിശാലയുണ്ട്, പിന്നെ ചിത്ര വരയ്ക്കുന്ന ഗാലറി ഉണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇതെല്ലാം നാണ്ടേ ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത് തുണിയാണ്. ദേ വേണ്ട, ആ ചുമന്ന ബാഗിനകത്തിലിരിക്കുന്നത് നല്ല പുത്തൻ തുണികളും പഴയ തുണികളുണ്ട് ഓരോ ആൾക്കാരൊക്കെ തരുന്നത്. അത് ചില ആളുകളൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ വേണ്ട, ആ മടക്കി വെച്ചേക്കുന്ന എല്ലാം പുത്തൻ തുണികളാണ്. അവരിതൊന്നും ഇടത്തില്ലെന്നേ. എനിക്കതാണ് ദേഷ്യം വരുന്നത്. അവരതൊന്നും തന്നെ ഇടില്ല. പിന്നെ ഏതാണ്ട് ബുക്കുകള് ഇതാണ്ട് അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ വരച്ചു വെച്ച പടങ്ങളാണ്. അതാരും പബ്ലിസിറ്റി ചെയ്യുന്നില്ല. കാരണം ആ പടങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ആളുകൾ വരണം. ആളുകൾ വരുമ്പോൾ അതൊക്കെയാണ് എൻ്റെ ഉപജീവന മാർഗം. ഞാൻ ഉപജീവന മാർഗം നടത്തുന്ന ഒന്നും ഇവറ്റകൾ ഇടുന്നില്ല. പിന്നെന്താ, എൻ്റെ ബാങ്ക് ചില്ലറ പൈസ, ഞാനിവിടെ ചില്ലറ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില്ലറ പൈസ എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് തന്നെയാണ്. ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് അതൊരു ബിസിനസ് തന്നെയാണ്. കാരണം കുറേ ചില്ലറ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് ആ ചില്ലറ പൈസ നമുക്ക് നോട്ടാക്കി മാറ്റാം. അപ്പോൾ ആ ചില്ലറ പൈസ എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി കൂടെ പൈസ ചോദിക്കും. അത് നോട്ടാക്കി മാറ്റും. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന നല്ല പക്ക ബിസിനസ് അറിയാവുന്ന ഒരാളാണ് ഞാൻ. നല്ല കഴിവുള്ള ഒരാളാണ്. എൻ്റെ അടുക്കൽ വന്നിട്ടാണ് ഇവറ്റകൾ എന്നെ ഒന്നും അല്ലാതാക്കി ചാനലിൻ്റെ മുമ്പിലേക്ക് ഇടുന്നത്. എനിക്ക് ഇഷ്ടപ്പെടുവോ? എൻ്റെ ഈഗോ അത് കണ്ട് നിൽക്കുമോ? മനസ്സിലാക്കുക. ഞാൻ നല്ലൊരു അഹംഭാവിയാണ്. എനിക്ക് നല്ല ഈഗോ ഉണ്ട് എനിക്ക്. കാരണം എന്നെ അടിച്ചമർത്തിയിട്ട് ഒരുത്തനും ഇവിടെ ജീവിക്കണ്ട, ഒരുത്തിനും ജീവിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല, ഞാൻ അടങ്ങിയിരിക്കില്ല. എൻ്റെ കഴിവ് ഈ ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ഒരാളാണ്. ആ എന്നെ അടിച്ച് തകർത്തിയിട്ട് ഒറ്റ ഓർണത്തിനെ പോലും ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അതിൻ്റെ ഉള്ള എല്ലാ മന്ത്രവും എല്ലാം എനിക്കറിയാം. ഒരെണ്ണത്തിനെ പോലും ജീവിക്കാൻ അനുവദിക്കത്തില്ല. എല്ലാത്തിൻ്റെ കള്ളത്തരം ഞാൻ വിളിച്ചിട്ട് കൊണ്ടുവരും. എന്നെ കളിയാക്കിയിട്ട് ഒരൊറ്റ എണ്ണം പോലും സത്യസന്ധരായിട്ട് ഇവിടെ ജീവിക്കണ്ട. അങ്ങനെ ഞാൻ അനുവദിക്കില്ല. മനസ്സിലായോ? ഞാൻ കള്ളിയാണെങ്കിൽ ഈ പറയുന്നത് നിങ്ങളും കള്ളിയാണ്, കള്ളരാണ്. ഓരോന്നും ഞാൻ വിളിച്ചത് ഓരോന്നിനെയും ഞാൻ ഇങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിനെ ഞാൻ പിടിച്ചിങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവരും, എടുക്കും. ഞാൻ ഉള്ളിലുള്ളതെല്ലാം ചിന്തിപ്പിക്കാനുള്ള ശേഷി ഞാൻ കൊടുക്കും. ഞാൻ ബുദ്ധിയില്ലാത്തവളല്ല, കഴിവില്ലാത്തവളല്ല. നന്നായിട്ട് ജേർണലിസം പഠിച്ചവളാണ് ഞാൻ. അതിന് നമ്മൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ആത്മീയ ജേർണലിസം എന്ന് പറയാം. എത്രയോ വർഷം കൊണ്ട് നേടിയെടുത്ത കഴിവാണെന്നറിയാവോ? ഞാൻ സ്വയം നേടിയെടുത്തതാണത്. ആരും എന്നെ പഠിപ്പിച്ചതല്ല. ഈ ബാങ്ക്, ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്, അതിൻ്റെ ഓരോന്നും പഠിച്ചെടുത്തത് ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ്. ആരും എന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്നില്ലായിരുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ കണ്ടെടുത്തതാ. ആരും എനിക്ക് കണ്ടെടുത്തേക്കാനില്ലായിരുന്നു. ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ ഒരു കോളേജിലും പോയിട്ടില്ല. ഒരു ഗുരുക്കന്മാരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല വെളിയിലുള്ള. എല്ലാം ഞാൻ സ്വയം പഠിച്ചെടുത്ത. തുണിശാല അത് ഞാൻ സ്വയം പഠിച്ചെടുത്ത. ആരും എന്നെ പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനോ ആരും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത
ആർജിച്ചെടുത്ത ഒരാളാണ്. ആ കഴിവുള്ള എന്നെയാണ് ബാക്കി എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി ഇടുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ വെറും 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 മിഥ്യാധാരണയാണ്, തോന്നലുകളാണ്. മനസ്സിലായോ? എന്താ കരുതിയത്? എന്നെ വിഡ്ഢിയാക്കി സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെക്കാവുന്ന പറ്റില്ല, ഒരാൾക്ക് പോലും പറ്റില്ല. ഒരു രീതിയിലും പൂട്ടിക്കെട്ടാൻ പറ്റില്ലടോ നിങ്ങൾക്കൊന്നും. അതിനോടും വളർന്നിട്ടില്ല നിങ്ങളാരും. എൻ്റെ ബുദ്ധിയെ പരീക്ഷിക്കാനോ അളക്കാനോ എൻ്റെ മനസ്സിനെ കണ്ടുപിടിക്കുവാനോ എന്നിൽ നിന്നും ഉഡായിപ്പ് പലരും എഴുതി വെച്ചിട്ടുണ്ട്, ഉഡായിപ്പെന്ന്. ആ ഉഡായിപ്പിനെ പോലും കണ്ടുപിടിക്കുവാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് എന്നിൽ നിന്ന് സത്യവും കിട്ടില്ല, മിഥ്യയും കിട്ടില്ല. മനസ്സിലായോ? മിഥ്യ എന്താണ്, കള്ളം എന്താണ്, അത് നിങ്ങൾക്ക് കിട്ടില്ല. സത്യം എന്താണ്, അത് നിങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഇതെല്ലാം ശൂന്യതയാണ്, ശൂന്യമാണ്, ഒന്നുമില്ല, ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ബുദ്ധി അളക്കാൻ ആരും നിൽക്കണ്ട. ഇത്ര എനിക്ക് പറഞ്ഞില്ലെങ്കിലേ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മരിക്കുന്നതിന് മുമ്പ് ഇത്രയെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പോണം. എങ്കിൽ മാത്രമേ അടുത്ത നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചത്തുപോകുമ്പോൾ, ദേഹം ചത്തു തൊലയുന്നതിന് മുമ്പേ ഈ സമൂഹത്തിലെ മനുഷ്യരുടെ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചുമത്തുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളുകള്ളികളും കൂടെ ഞാനിവിടെ കാട്ടണ്ടേ? അങ്ങനെ കാട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? നാഗാസൈരന്ദ്രി പിന്നെ ആരാ? ഗുരു നാഗാസൈരന്ദ്രി ദേവി പിന്നെ ആരാ? ഒരു കാര്യം പറഞ്ഞു, എന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത പക്ഷം ഒറ്റയൊരെണ്ണത്തിനെ ഞാനും ജീവിക്കാൻ അനുവദിക്കില്ല. 3 തരവ, ഒരു മാറ്റമില്ല. അതിന് മാധ്യമപ്രവർത്തകരായാലും ഈ ദേശത്തുള്ളവരായാലും കേരളത്തിനകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും ഞാൻ മൈൻഡ് വെച്ച് കളിക്കും. മൈൻഡ് മെന്റലിസം, തന്ത്രം വെച്ച് ഞാൻ കളിക്കും. മനസ്സിലായല്ലോ? തന്ത്രം കുതന്ത്രം. കുറേ അങ്ങനെയുണ്ട്. ആത്മീയതയിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് വെച്ച് ഞാൻ കളിക്കും. എന്നെ പൂട്ടാൻ ഒരാൾക്കും പറ്റില്ല. പറ്റിയെങ്കിൽ എൻ്റെ കൈയെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വല്ല തുറുകിലോ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് ഇടാം. അതേ പറ്റുള്ളൂ. കാരണം ദേഹത്തെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇല്ലാതാക്കാം. പക്ഷേ എൻ്റെ മൈൻഡിൽ വരുന്ന ഓരോ ഉൾക്കാഴ്ചകളെയും, എൻ്റെ മൈൻഡിൽ മിന്നിമറയുന്ന ആ മായാ കാഴ്ചകളെ നിങ്ങളുടെ തന്ത വിചാരിച്ചാൽ പോലും പറ്റില്ല. എന്തിനാണ്? നിങ്ങളൊക്കെ ദൈവം എന്ന് പറഞ്ഞ ഒരാളിനെ വിശ്വസിക്കുന്നുണ്ടോ? ആ ദൈവം വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാലും പറ്റില്ലടോ, പറ്റില്ല. കാരണം ആ ദൈവത്തെ വരെ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളാണ്. ആ ദൈവത്തെ പോലും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കും ആയിട്ടില്ല. മനസ്സിലായോ? ഞാനല്ല ദൈവത്തെ കണ്ടുപിടിച്ചത്, നിങ്ങളാണ് ദൈവത്തെ കണ്ടുപിടിച്ചത്. ആ ദൈവത്തെ പോലും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ആ സാധിക്കാൻ കഴിയാത്തതിനെ നിങ്ങൾ വിളിച്ചോണ്ട് കിടക്കുമോ? ദൈവമേ ദൈവമേ ദൈവമേ. നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല.
അതിനെക്കുറിച്ച് ഇരുന്ന് സൃഷ്ടിപ്പ് മാത്രം നടത്തുക. ദൈവത്തിന്റെ സ്വരം കേട്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല. എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുക. കുറെ പേര് തർക്കിക്കാൻ വരും ദൈവത്തിന്റെ പേരും പറഞ്ഞ എൻ്റെ മുന്നില്. വിഡ്ഢികളോടൊക്കെ എന്താ ഞാൻ പറയാ? ഇന്നലെ ഒരാൾ വന്ന് വാട്സപ്പിൽ വന്ന് എന്നോട് കാര്യം പറയാൻ വന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നപ്പോൾ ഞാൻ 5-6 തെറി അങ്ങ് വിളിച്ചു. അപ്പോൾ പറയാം, നിങ്ങളാണോ ദൈവം? നിങ്ങൾ ദൈവമാണെന്ന് കരുതിയേ വന്നത്? നിങ്ങളാണോ ദൈവം? ഞാൻ പറഞ്ഞു, എടോ താൻ ഈ യുഗത്തിലൊന്നും അല്ലേ ജീവിച്ചിരിക്കുന്നത്, എടോ പോയി തൂങ്ങിച്ചാവടോ. തന്നോട് ആരാടോ പറഞ്ഞത് ഞാൻ ദൈവമാണെന്ന്? എടാ മണ്ട തിരുമണ്ട, നീ പോയി ചാവടാ, മരിക്കടാ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയാം, പറഞ്ഞിട്ട് പറയാം, നിങ്ങളാണോ ദൈവം? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ദൈവം തെറി വിളിക്കുമോ എന്നൊക്കെ. ഇതിനൊക്കെ കുറെ മണ്ടന്മാർ വന്ന് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് കുറെ എണ്ണത്തിനെ അങ്ങ് വിശ്വസിപ്പിക്കും. അത് കേട്ട് വിശ്വസിക്കാനിരിക്കുകയോ കുറെ മണ്ടന്മാരെ. ശരിക്കും പറഞ്ഞ നീയൊക്കെ എന്ത് പുല്ലുകളെ, നീയൊക്കെ പമ്പര വിഡ്ഢികള്. ശരിക്കും പറഞ്ഞ തലയ്ക്കകത്ത് വെളിവില്ലാത്ത ഇതൊക്കെയാണല്ലോ. ഈ തലയ്ക്ക് വെളിവില്ലാത്തതിൻ്റെ ഒക്കെ ഇടയ്ക്കാണല്ലോ ഞാൻ പിറവി കൊണ്ടത്. ഈ കേരളത്തിൽ ഞാൻ ഈ സത്യം പറഞ്ഞ എന്നെ പോയിട്ട് തൊഴണം. ഈ വെളിവില്ലാത്ത കുറെ ജനതയുടെ നടുവിലാണല്ലോ ഞാൻ നിൽക്കുന്നതെന്നറിയുമ്പോൾ എനിക്ക് കാണ്ടില്ല അവിടെ കണ്ട ഒരു ബൾബ് കത്തി കിടക്കുന്നത്. അത് ഇപ്പോഴും ഓഫാക്കിയിട്ടില്ല, പോയി ഓഫാക്കണം. അതൊക്കെ പോട്ടെ. ഈ തലയ്ക്ക് വെളിവില്ലാത്തതിൻ്റെയൊക്കെ ഇടയ്ക്കാണല്ലോ ഞാനിങ്ങനെ എല്ലാവരും അറിയപ്പെടുന്നവളായിട്ട് ഇരിക്കുന്നതെന്നറിയുമ്പോഴേ എനിക്ക് തന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ തന്നെ തലയുടെ ചൂടളകുന്നു. ഇതിനെയൊക്കെ ഞാൻ ശിഷ്യന്മാരാക്കണം, മണ്ടന്മാരാക്കണം? നിങ്ങൾ തന്നെ പറ. അങ്ങോട്ടോടാൻ പറയുമ്പോൾ ഓരോന്ന് കാണാം. ഒരെണ്ണത്തിനോട് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പോകും. ഒരെണ്ണത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ കാണാൻ എല്ലാം കൂടെ ചാടിപ്പിടിച്ചുകൊണ്ട് വരും. ആ അരി തന്നത് എടുത്ത് പിന്നെ പബ്ലിസിറ്റി ചെയ്യാൻ പറയുമ്പോൾ കാണാം വേറെ ഏതെങ്കിലും പബ്ലിസിറ്റി ചെയ്യും. ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തെടുക്കും. ഇതൊക്കെ ക്യാമറയിൽ പോലും പിടിച്ചോണ്ട് എന്തിനാടാ അപ്പം ഈ പാവം പിടിച്ച് എൻ്റെ അടുത്തോട്ട് വരുന്നത്? മറക്കാതെ ഞാൻ പറയും, കുഞ്ഞുങ്ങളെ അത് വേണം ഇടേണ്ടത്. അതിട്ടാലേ നമ്മുടെ ചാനൽ ഓടത്തുള്ളൂ. ഞാൻ ഒറ്റകളോട് ഇവിടുന്നേ പറഞ്ഞു കൊടുക്കും, അതാ വേണം നമുക്ക് ഇടേണ്ടത്. കാരണം അതിട്ടാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് അരി തരുന്നത് നിങ്ങൾ ഇടണം, എങ്കിൽ മാത്രമേ ആ ചാനൽ ഓടത്തുള്ളൂ. കാരണം എനിക്കറിയാം അരി കൊടുക്കുന്നത് ആ ചാനലിനകത്തിൽ എടുക്കുമ്പോൾ അതിന് വന്ന അഭിപ്രായം പറയാൻ കുറേ തെണ്ടി മണ്ടകൾ വരുമെന്ന് എനിക്കറിയാം. ആ നല്ല ബോധം ഉണ്ടായത്, സമൂഹത്തിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളങ്ങ് ഇടാന്. അതിടത്തില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എനിക്കറിയാം. ഞാൻ ഇവിടുന്ന് അരി തന്നത് ആ ക്യാമറയിലൂടെ അതിങ്ങനെ കൊടുക്കുവാന്ന് കുറേ ബുദ്ധിഹീനരുണ്ട്. അതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് എഴുതി പിടിപ്പിക്കുക. ആ നെഗറ്റീവ് കമൻറ്റുകൾ എഴുതി പിടിച്ചാൽ അത് മൂവ് ആകുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇത് ഈ വെണ്ടമയിലുകളോട് പറഞ്ഞ എൻ്റെ വായിക്കകത്തില്ല നല്ലതൊന്നും എൻ്റെ വായിക്കകത്തില്ല. അതോ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എംപെക്കുകൾ വരും. സത്യം പറഞ്ഞ് ഇവറ്റകളെ എനിക്ക് ശിഷ്യന്മാരാക്കാനും തോന്നത്തില്ല. തലേന്ന് പറയുമ്പോൾ ചെവിട് എന്ന് പറയുന്ന ശിഷ്യന്മാര്. ശിഷ്യന്മാരെയും കൊണ്ട് ഞാൻ തോറ്റ്, ശിഷ്യകളെയും കൊണ്ടും തോറ്റ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കുറേ എണ്ണം ഗവേഷണത്തിന് വരുക. എൻ്റെ സൈക്കോളജി അല്ല, എൻ്റെ സംഭാഷണം, എൻ്റെ വാക്കുകളെല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവേഷണത്തിന് വരിക. കുറച്ച് പേര് മനഃശാസ്ത്രം പഠിക്കാൻ വരുന്നു, കുറച്ച് പേര് പിന്നെ ചിത്രരചന പഠിക്കാൻ വരുന്നു. എല്ലാം പഠിക്കാനും കാര്യങ്ങൾക്കെല്ലാം വരുന്നു. ഒന്നിൻ്റെ കയ്യിൽ പൈസ ഇല്ല എടുക്കാൻ. എല്ലാം ഈ കേരളത്തിലുള്ളതെല്ലാം ദാരിദ്ര്യം പിടിച്ചതാണ്.
എന്നാൽ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ഒന്ന് പ്രവർത്തിക്കുമോ? അതുമില്ല. ശരിക്കും പറഞ്ഞു ഇതിനെയൊക്കെ എന്തോ ചെയ്യണം? വെപ്രാളം, എല്ലാത്തിനും വെപ്രാളം കയറി നടക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ മൂട്ടിന് തീ പിടിച്ച എല്ലാം എൻ്റെ അടുത്തോട്ട് വരുന്നത് ഉണ്ട്. രാവിലെ തന്നെ ഒരാൾ വന്ന് ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ അവിടെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുമായിരുന്നു. മുറ്റം തൂത്തുകൊണ്ട് നിന്നപ്പോൾ കാണാം മുഖം പോലും കഴുകിയില്ല, രാവിലത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മുറ്റമൊക്കെ തൂത്ത്, ഇവിടെ തൂത്ത്, ഇവിടെ തീ കത്തിച്ച്, തൂത്ത് കരിയിലേക്ക് തീ കത്തിച്ചു, അവിടെ താഴെ തുണ്ട് തൂത്ത് ക്ലീൻ ചെയ്ത്, കരിയിലയാണ് തീ കത്തിച്ച്, പിന്നെ അടുത്ത താഴെ തുണ്ട് ക്ലീൻ ചെയ്ത് അവിടെ തൂത്ത് തീ കത്തിച്ചുകൊണ്ട് ഇങ്ങനെ അല്ല അത് തൂത്തുകൊണ്ട് നിന്നപ്പോൾ കാണാം അവിടെ നിന്ന് ഒരാൾ കയറി വരുന്നു. കയറി വന്നിട്ട് ഞാൻ അന്നേരം മോനെ ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ, ഞാൻ പോയി കുളിച്ച് നനച്ച് തിരിയൊക്കെ കത്തിച്ച് അങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു പറ കുഞ്ഞ് എന്താണ്? അന്നേരം പറയാം ഇവിടെ പുഞ്ഞാണി ഒഴുകി കൊടുക്കുമെന്ന് പറഞ്ഞു. പുഞ്ഞാണി ഒഴിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമോ? രാവിലെ വന്ന് ഞാൻ പറഞ്ഞ് ഞാൻ എന്താ ഇതിനൊക്കെ പറയാ? ഞാൻ പറഞ്ഞ് എൻ്റെ പൊന്നു കുഞ്ഞ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്തൊരു വീഡിയോ ചെയ്തു. ആ നിമിഷം തോന്നിയ വാക്കുകളാണ് ഇട്ടത്. അതിൻ്റെ ഏതോ ഇത്തിരി ഭാഗം എടുത്ത് ഏതോ തലയ്ക്ക് വെളിവില്ലാത്തവന്മാരെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നിട്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ ആ അത്രയും ഭാഗം മാത്രം കേട്ടിട്ടാണ് എൻ്റെ വാട്സപ്പിലേക്ക് വരുമല്ല എണ്ണോ. ഇപ്പോൾ ആണ് നേരിട്ടും വരുന്നത്. ഞാൻ തടവി കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് എന്നിട്ട് പറയാ, ഞാൻ പറഞ്ഞ ഇണകൾ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളാണ് മോനെ ഞാൻ പറഞ്ഞത്. അതായത് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് തടവാനുള്ള എനിക്ക് എന്താ ആരോഗ്യം ഇല്ല, ഞാനത് ചെയ്തു കൊടുക്കൂല. പണ്ടെങ്ങാണ്ട് ഔഷധി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്ത്രീകളെ മസാജ്, അതായത് തടവി കൊടുക്കുക സ്ത്രീകൾക്ക്, അത് എണ്ണ കാച്ചി സുഖചികിത്സ എന്ന് പറയും. അത് സുഖം പെടാൻ വേണ്ടിയും അല്ലാതെ കൈകാല് കഴപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക്, കാലുവേദന, കൈവേദന, ശരീരവേദന, അതിനൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല 3-4 സ്ത്രീകളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്ത്രീകളെയാണ്. ഇത് പുഞ്ഞാണിക്ക് മസാജ് ചെയ്യണമെന്നുകൊണ്ട് രാവിലെ തന്നെ കയറി വന്നേക്കുക. ഞാൻ എന്ത് ചെയ്യണം ഇവറ്റകളെയൊക്കെ? അതോ ഈ ഈ ഈ ഈ ട്രോളന്മാർ നാറുകളെന്ന് പറയാൻ ഒരു യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന എൻ്റെ മുഴുവൻ വീഡിയോയും എടുത്തിടത്തില്ല. അവിടുന്ന് ഇവിടുന്ന് തുണ്ട് പോലെ ഓരോന്ന് എടുത്തിട്ട് വീഡിയോ എടുത്ത് പതിപ്പിക്കും. അത് കണ്ടിട്ട് കുറേ മണ്ടന്മാർ വന്ന് ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വരും. അത് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇയാൾ മാത്രമേ ഉള്ളൂ ധൈര്യത്തോട് എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചത്. ബാക്കിയെല്ലാം ഒളിച്ചു വന്ന് പിന്നെ എന്തുവാ വാട്സപ്പിലാണ് വന്ന് ചോദിച്ചിരുന്നത്. രാവിലെ ഒന്ന് പറയാം ഇവിടെ പുഞ്ഞാണിയിൽ മസാജ് ചെയ്യാനുണ്ടോയെന്ന്. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാട്ടെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞേ ഇല്ല, അത് നന്നായിട്ടൊന്ന് കേട്ടു നോക്ക്. നിങ്ങളുടെ ഇണയുണ്ടെങ്കിൽ കാമുകിയോ ഭാര്യയോ പെണ്ണോ എങ്ങാനും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക എന്നതാണ് ഞാൻ അവിടെ പറഞ്ഞു വെച്ചത്. അത് ഞാൻ ചെയ്തൊന്നും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല ആ സമയത്ത് ഞാൻ എൻ്റെ ആ ചാനലിൽ നിന്ന് മൂവ് ആവണമായിരുന്നു. അന്നേരം എൻ്റെ ഉള്ളിൽ നിന്നും വന്ന വാക്കുകളാണത്. അത് കുഴപ്പമൊന്നുമില്ല, അവർ വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് മുഴുവൻ. നമ്മളൊരു ലൈവ് കണ്ടാലും വീഡിയോ കണ്ടാലും അതിനകത്ത് മുഴുവൻ പറയുന്നത് കേൾക്കണം. ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നത് പറഞ്ഞെങ്കിൽ അത് ഒന്നുകിൽ അത് മുഴുവൻ കേൾക്കണം. അതില്ലാത്ത പക്ഷം അവിടെ ഇവിടെയും കേട്ടിട്ട് എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം പോകും. കാരണം അത്ര യാത്രാകൂലി പോകും. ഇവിടെ എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. അതാ ഇത്തിരി സുഖം. ലോകത്തിലെ ഏറ്റവും സുഖം എന്ന് വെച്ചാൽ അതാണ്. അതിനകത്തിൽ പ്രണയമുണ്ട്, സ്നേഹമുണ്ട്, കാമമുണ്ട്, ഒക്കെ ആത്മീയതയിൽ അതെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലാണുള്ളത്.
ആ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരിടത്തിരുന്നങ്ങ് പറയും. അത് തന്നെ ഒരു സുഖമാണ്. ആ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എടുത്ത് യൂട്യൂബിലേക്ക് ഇടുന്നത്. അത് കണ്ടും കേട്ടിട്ടുമാണ് ഓരോരുത്തർ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം ഇത്തിരി കഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയും കോലും കൊണ്ട് വേറെ കുറെ കൂട്ടര്. എന്നാൽ ഇടാൻ പറയുന്ന കാര്യങ്ങളല്ല ഒറ്റകൾ ഇടുന്നത്. ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും, അത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യും. പൈസ തരുമോ? അതുമില്ല. ഇനിയിപ്പോൾ ഈ ഉണക്ക് കഴിഞ്ഞ് മഴക്കോളായി. എനിക്ക് നല്ല തകരം വാങ്ങിച്ച് ഇതിവിടെ ഒന്ന് ശരിയാക്കണം. അതിനുവേണ്ടി ആര് പണം തരും? ആരുമില്ല. ഒന്ന് സഹായിക്കാൻ വേണ്ടി ആരുമില്ല. ആ വേണമെങ്കിൽ അയച്ച് ഇവിടെ വരുന്നവരെല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് ഇവിടൊക്കെ ഒന്ന് റെഡിയാക്കി എന്നെ ഒന്ന് സഹായിക്കാവുന്നതേ ഉള്ളൂ. വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്. അതുപോലും വയ്യ. എല്ലാവർക്കും എൻ്റെ വീഡിയോ വേണം, എൻ്റെ വാക്കുകൾ വേണം. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ, ഒരു നല്ലൊരു കിടപ്പാടമൊന്നും ഉണ്ടാക്കി തരാനും ഒരു നാറുകൾക്കും വയ്യ. എന്നാൽ ആരെങ്കിലും വന്നാൽ ഞാൻ ആ ഒറ്റകളെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അവരുടെ ചാനൽ നല്ലവണ്ണം മൂവ് ആവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കും. പ്രണയം കൊടുക്കും. അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുക്കും. പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരെയാണ് ഞാൻ ഒരു മടിയും കൂടാതെ പറയുന്നത്. എൻ്റെ സ്വകാര്യതകളെ വരെയാണ് അവർക്ക് മുന്നിൽ പറഞ്ഞ് അവരുടെ ചാനൽ ഓടിക്കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത്. അതിന് എനിക്കൊരു മടിയില്ല. എന്നിട്ട് നേരെ തിരിച്ച് എന്നോട് ചെയ്യുന്നത് എന്താ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ അക്ഷരങ്ങളെ, എൻ്റെ ബോഡിയെ മുഴുവൻ ഫുള്ളാണ് ഞാൻ അവരുടെ ചാനലിൽ ഇരുന്ന് കൊടുക്കുന്നത്. എന്നാൽ ആ ഒരു മര്യാദയോ ഒരു ഇത്തിരി മനസ്സാക്ഷിയോ മനുഷ്യത്വം ഒന്നും തിരിച്ചെന്നോട് കാണിക്കുന്നില്ല. 2, 3, 4, 5 പ്രാവശ്യം ഇവിടെ വന്നവരുണ്ട്. ഇവിടെ ഈ കസേര കാണുന്നു. ഒരു കസേരയെങ്കിലും അവർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നുകൂടെ? വേണ്ട, ഒരു തകര താള് വാങ്ങിക്കാനുള്ള കാശെങ്കിലും തന്നുകൂടെ? ഒരു 2000 രൂപയെങ്കിലും തന്നുകൂടെ? അല്ലെങ്കിൽ വേണ്ട, ആ തകരത്താള് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ആ തകരത്താള് വാങ്ങിച്ചുകൊണ്ട് അവർ വരുന്നു, അതവർ ക്യാമറയിൽ ഇങ്ങനെ പകർത്തുന്നു, അത് കൊണ്ടുവന്ന് എനിക്ക് തരുന്നു, അത് വീഡിയോ എടുക്കുന്നു, അവരുടെ ചാനലിലേക്ക് ഇടുന്നു. വാവ്, സൂപ്പർ. അവരുടെ ചാനൽ നന്നായിട്ട് ഓടിക്കിട്ടും. ഈ തകരത്താള്, കമ്പി, സിമെന്റ് അതൊക്കെ കൊണ്ടുവന്നാൽ മതി. നാഗസൈരേന്ദ്ര വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു, അതാ അവർക്ക് താണ്ട സഹായം കൊണ്ട് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നു. ആ നടക്കാൻ പറ്റാത്ത കല്ലും മുള്ളും എല്ലാം നിറഞ്ഞ ആ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന വഴിയിലൂടെ അവരിങ്ങനെ വരുന്നു. അത് ക്യാമറയിൽ ഇങ്ങനെ ഒപ്പുന്നു, ക്യാമറ പിടിക്കുന്നു. എന്നിട്ട് വഴിയും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആ വയലും താണ്ടി വരുന്നതാക്കി ക്യാമറയിൽ ഒപ്പുന്നു. ഒരു നല്ലൊരു സംവിധായകനെ പോലെ, ഒരു ക്യാമറമാനെ പോലെ നല്ലൊരു ഷൂട്ടിംഗ് എടുക്കുന്ന ഒരു സിനിമ പോലെ അവർക്കെടുത്ത് അവരുടെ ചാനലിടാം. എന്നിട്ട് നമ്മളുടെ നാഗസൈരേന്ദ്ര ദേവിക്ക് കൊടുക്കുന്നു. അവർ ഇത്രയും നാളും നല്ലൊരു വീടില്ല അവർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് തന്നൂടെ? അത് തന്നെ അവരുടെ ചാനലിട്ടാൽ നന്നായിട്ട് ചാനൽ മൂവായിപ്പോവും. ഇതൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞു കൊടുക്കുന്നതായി വിറ്റകൾക്ക്. ഇപ്പം എത്ര വർഷമായി? ശരിയെങ്കിലും ഒക്കെ നന്ദി, നമസ്കാരം. ഇത്രയും പറഞ്ഞപ്പോഴും എനിക്കിതിരി ആശ്വാസം കിട്ടും.
വെച്ചക്കത്തില്ല, ഞാൻ ഒറ്റ എണ്ണത്തിനെ പോലും വെച്ചക്കത്തില്ല. എന്നെ സമൂഹത്തിന് മുന്നിൽ മണ്ടത്തി വിഡ്ഢിത്തി എന്നാക്കി തീർക്കുന്നവരുടെ മുമ്പിൽ നല്ല കഴിവുള്ളവൾ തന്നെയാണ് ഞാനെന്ന് ഞാനിവിടെ പറഞ്ഞു വയ്ക്കും. കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കാൻ വന്നാലും ഒരു പുല്ല് വിലയും ഞാൻ കൽപ്പിക്കത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. നീയൊക്കെ അവിടെ കിടന്ന് ചാടും. ഞാൻ അന്തരം നിന്നോടൊക്കെ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നീയൊക്കെ എന്നെ ഇത്രയും പറഞ്ഞിട്ട് വരുമ്പോഴത്തേന് വല്ലതും കഴിക്കണ്ടേ? ഒരാളെയും കൂടെ 2-3 പേരെയും കൂടെ ഒപ്പിക്കും. കുറേ ആൾക്കാർ പോയി ഭക്ഷണം പാകം ചെയ്യട്ടെ. ഭക്ഷണം പാകം ചെയ്യുമ്പോഴത്തേന് നീയൊക്കെ ഇവിടെ കിടന്ന് തൊണ്ടയിട്ട് അലറ്, ഞാൻ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അത് കഴിയുമ്പോൾ നിൻ്റെയൊക്കെ ചാട്ടം തീരുന്നൊന്നെ നമുക്ക് ആ വെച്ച ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. വീണ്ടും നീയൊക്കെ അവിടെ കിടന്ന് ഇത്തിരി വയറൊക്കെ ഒന്ന് വയറൊക്കെ നിറഞ്ഞ് ഇത്തിരി ക്ഷീണമൊക്കെ തീർക്കുന്നോണം വീണ്ടും കിടന്ന് ചാട്, ഞാനിങ്ങനെ തന്നെ ഇരുന്നോളാം എന്ന് ഞാൻ പറയും. ഓക്കെ, നന്ദി, നമസ്കാരം, ബൈ.